بسم الله الرحمن الرحيم الحمد لله رب العالمين الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله اللهم صل وسلم وبارك على سيدنا محمد وعلى آله وصحبه وأزواجه وذرياته وعلى مشايخنا وأساتذتنا ومصنفي كتبنا وذوينا وأحبابنا وسائر المؤمنين رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي ولا حول ولا قوة إلا بالله العلي العظيم رب يسر ولا تعسر رب زدنا علما وحلما وفهما وعقلا رب تمم بالخير والسعادة الله ولي التوفيق ومنه التحقيق وبه التصديق إنما الأعمال بالنيات والعاقبة للمتقين إن نريد إلا الإصلاح ما استطعت وما توفيقي إلا بالله عليه توكلت وإليه أنيب وسهوه حال قدوته يحمله إمامه അതായത് പിന്നെ മൗമൂമ് മറക്കല് ഇവന്റെ സഹവ് എപ്പോഴുള്ള സഹവ് ഹാല കുതുവത്തി ഇവന്റെ കുതുവത്തിന്റെ സമയത്തുള്ള ആ പിന്നെ സഹവ് അത് ഇമാമ ഹംലിയും. അപ്പൊ പിന്നെന്ത് വേണ്ട, സുജൂദ് ചെയ്യേണ്ട ആവശ്യമല്ല. അതാണ്. അപ്പൊ സഹുവുഹു എന്ന് പറഞ്ഞാൽ അയിൽ മൗമൂമി, മൗമൂമിന്റെ സഹവ് എന്ന് പറഞ്ഞാൽ അസഹുവിനെ ഹംലി ചെയ്യലെങ്ങനെ പറഞ്ഞില്ലേ, മൗമൂമ് മറന്ന് അതിനെ ഹംലി ചെയ്യാന്ന് പറഞ്ഞാൽ പിന്നെ അതിന്റെ അർത്ഥം എന്താ? അതിനെ പറഞ്ഞ ഐ മുക്തലാഹു, ആ സഹുവിന്റെ മുക്തലയാണ് തഹമ്മുൽ ചെയ്യുക. സഹുവിനെ തഹമ്മുൽ ചെയ്യൂല. മൗമൂമ് മറന്ന് അതിനിപ്പോ ഇമാമിനെ ഏറ്റെടുക്കാൻ പറ്റുമോ? മറക്കാണ്ടാക്കാൻ പറ്റുമോ? ഒന്നുമില്ലല്ലോ. അപ്പൊ ഈ സഹുവിന്റെ മുക്തല എന്താണ്? അമിൻ സന്നി സുജൂദ് ലഹു, അതിന് സുജൂദ് സുന്നത്തുണ്ട് എന്ന ആ മുക്തല, അതിനെ ഇമാം ഏറ്റെടുക്കും എന്നാ. അപ്പൊ പിന്നെ മൗമൂമ് സുജൂദ് ചെയ്യണ്ട. എപ്പോഴുള്ള സഹുവാണ് ഹാല കുതുവത്തിഹി, കുതുവത്തിന്റെ സമയത്തുള്ളത്. അപ്പൊ കുതുവത്തിന് മുമ്പ്, അതായത് ഇവനെന്ത് ചെയ്തു, തക്ബീറത്തുൽ ഇഹ്റാം ചെയ്ത് അപ്പം എന്ത് ചെയ്തിട്ടില്ല, ഇവൻ കുതുവത്ത് കരുതിയിട്ടില്ല. ജുമഅല്ല, വേറെ നിസ്കാരാ. പിന്നെ ഇടയ്ക്ക് വെച്ചിട്ട് എന്ത് ചെയ്യാ, കുതുവത്ത് കരുതാല. അതിന് മുമ്പാണ് ഈ സഹവ് സംഭവിച്ചെങ്കിൽ ഏറ്റെടുക്കൂല. അല്ലെങ്കിൽ ഇമാമിനോട് മുഫാറത്ത് ചെയ്തതിന് ശേഷം, അല്ലെ ഇമാം സലാം കിട്ടിയതിന് ശേഷം മറുതി സംഭവിച്ചാൽ ഏറ്റെടുക്കൂല. അതാണ് ഹാല കുതുവത്തിഹി എന്ന് പറഞ്ഞത്. പിന്നെ ഹാല കുതുവത്തിഹി എന്ന് പറഞ്ഞെടുത്ത് ആ കുതുവത്തിനെ കുറിച്ചൊരു മുബാലകത്ത് പറഞ്ഞ് ഒരു ഗായത്ത് വല ഹുക്കുമീയത്തൻ, ഹുക്കുമീയത്തായ കുതുവത്താണെങ്കിലും അത് എവിടെ വരുന്നുണ്ട്? കമായേത്തി അവല സലാത്തുൽ ഖൗഫി, സലാത്തുൽ ഖൗഫിന്റെ എന്താണ് ആ തുടക്കത്തിലും, കമാഫിൽ മസ്ഹൂമി, മസ്ഹൂമിലും വരുന്ന പോലെ, മസ്ഹൂമിലും ഉള്ള പോലെ എന്നാ. മസ്ഹൂം എന്ന് പറഞ്ഞ തിരക്ക് കാരണത്താലേ എന്താണ്, ഇയാൾക്ക് ഇമാമിന്റെ കൂടെ കുതുവത്ത് പറ്റിയില്ല. അപ്പോ മറ്റുള്ളവര് രണ്ട് സുജൂദ് ചെയ്ത് എഴുന്നേക്കുന്നവരെ ഇയാൾ കാത്തു നിന്ന്, എന്നാലും ഈ തിരക്കൊണ്ട് ഇയാൾക്ക് സുജൂദിപ്പാൻ പറ്റിയില്ല. അപ്പൊ അതാണ് മസ്ഹൂമിന്റെ അവിടെ ഉള്ളത്. സലാത്തുൽ ഖൗഫിന്റെ തുടക്കത്തിൽ ഹുക്കുമീയത്ത് വരുന്നുണ്ട്. അവിടെ മുഗ്നീന്റെ ഇബാറത്തില് അൽ ഹിസ്സിയ്യത്താന്ന, വലവിൽ ഹിസ്സിയ്യത്ത എന്നിട്ട് പറഞ്ഞെന്ത്, കഅൻ സഹ അനി തശഹുദുൽ അവ്വലി. അപ്പൊ ഒന്നാമത്തെ തശഹുദിനെ തൊട്ട് സഹു സംഭവിച്ചാൽ അവിടെ ഹിസ്സിയായ കുതുവത്തുണ്ട്. അവിൽ ഹുക്കുമീയത്ത്, അല്ലെ ഹുക്കുമീയായ കുതുവത്ത് എന്ന് പറഞ്ഞിട്ട് കഅൻ സഹത്തുൽ ഫിർഖത്തു സാനിയത്തു, അതായത് രണ്ടാമത്തെ ഫിർഖത്ത് മറന്നുപോയി, ഫി സാനിയത്തി, അവരുടെ രണ്ടാമത്തെ റക്അത്തില്, മിൻ സലാത്തി ദാത്തുർ റിഖായ്, അതായത് സലാത്തുൽ ഖൗഫ് പല രീതിയിലുണ്ടല്ലോ, അതിൽ ദാത്തുർ റിഖായിൽ നിസ്കരിച്ച ആ നിസ്കാരത്തിലെ രണ്ടാമത്തെ ഫിർഖത്തിന്റെ രണ്ടാമത്തെ റക്അത്തില് മറുതി സംഭവിച്ചു എന്നാ. അപ്പൊ അവിടെ ഹുക്കുമിയായ കുതുവത്താണ്, ഹിസ്സിയത്തില്ല. അതവിടെ വരുന്നത് തന്നെ. യഹ്മിലുഹു ഇമാമുഹു, അതിനെന്നാക്കും ഇവന്റെ ഇമാമ ഹംലിയും.
ഇമാമ് ഹംലി ചെയ്യണമെങ്കിൽ എന്ത് വേണം? അൽ മുത്തത്തഹിറു, തുഹറുള്ള ആളായിരിക്കണം. അപ്പൊ ഹദസുള്ള ഇമാമാണെങ്കിൽ എന്താണ്? ഏൽക്കൂല. തുഹറു വേണം. കാരണം ഹക്കീക്കത്തിൽ ഖുദുവത്ത് ഉണ്ടാകണം എന്നുണ്ടെങ്കിൽ ഇമാമിന് തുഹറുണ്ടാകണ്ടേ. ഇമാമിന് തുഹറില്ല എന്നുണ്ടെങ്കിൽ എന്തായി പോവും? അപ്പൊ അവിടെ ഖുദുവത്ത് ഉണ്ടാവൂലല്ലോ. അപ്പൊ അതുകൊണ്ടാണ് എന്ത് പറഞ്ഞത്? തുഹറുള്ള ഇമാമ് എന്ന് പറഞ്ഞത്. പിന്നെ കമാ യതഹമ്മലുഹു അൻഹുൽ ഫാത്തിഹത്ത, ആ ഇമാമ് ഈ മഅ്മൂമിനെ തൊട്ട് തഹമ്മുൽ ചെയ്യും പോലെ ഫാത്തിഹയെയും വഗൈറഹ, അതല്ലാത്ത മറ്റ് പലതിനെയും തഹമ്മുൽ ചെയ്യുമല്ലോ. സൂറത്തിനെ തഹമ്മുൽ ചെയ്യും, സൂറത്ത് ഓതണ്ടല്ലോ ജഹരിയില്. ഇങ്ങനെ പലതും തഹമ്മുൽ ചെയ്യും. എന്ന പോലെ തന്നെ ഇതിനെയും തഹമ്മുൽ ചെയ്യും. അപ്പൊ ഇത് എന്താണ്? കമായ തഹമ്മലു എന്നുള്ള തെളിവ് പറഞ്ഞതാ. ഇമാമ് തഹമ്മുൽ ചെയ്യും എന്നുള്ളതിന് തെളിവാണത്. കാഫ് ഖിയാസിൻ്റെതാ. വമിൻ സമ്മലം യഹ്മിലുഹുൽ മുഹദിസു വസുൽ ഖുബ്സിൽ ഖഫിയ്യി, മുത്തത്തഹിറായ ഇമാമാണ് തഹമ്മുൽ ചെയ്യുക എന്ന് പറഞ്ഞതിനാൽ, മിൻ സമ്മ എന്ന് പറഞ്ഞാൽ ഇമാമിന് മുത്തത്തഹിറാകണമെന്ന് കൈത് പറഞ്ഞില്ല. അതുകൊണ്ട് ലം യഹ്മിലുഹു, എന്തിന്? ആ സെഹുവിന്റെ മുക്തലയെ തഹമ്മുൽ ചെയ്യൂല. അൽ മുഹദിസു, മുഹദിസായ ഇമാമ്. മുത്തത്തഹിർ എന്ന് പറയുമ്പോൾ തഹാറത്തും നജസിനെ തൊട്ടും ഹദസിനെ തൊട്ടും രണ്ടിനെ തൊട്ടും തഹാറത്ത് വേണമെന്നായല്ലോ. അതുകൊണ്ടാ പിന്നെ മുഹദിസ് കഴിഞ്ഞ ഖുബ്സിൽ ഖഫിയ്യി, ഖഫിയായ ബാഹ്യമായി കാണാത്ത രീതിയിലുള്ള നജസ് ശരീരത്തിലോ വസ്ത്രത്തിലോ ഒക്കെ ഉണ്ടായി, അയാളും തഹമ്മുൽ ചെയ്യൂല. കാരണം എന്തുകൊണ്ട്? ആദിമി സലാഹിയത്തിഹിൽ തഹമ്മുലി, അപ്പൊ ഇയാള് തഹമ്മുലിന് യോഗ്യതയില്ല, അർഹതയില്ലാത്ത ആളാണ്. വലിതാലിക്കലവറക്കഹുറാക്കിയാൻ, കാരണം തഹമ്മുലിന് യോഗ്യതയില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഈ ഇമാമിന്റെ നിസ്കാരം ശരിയല്ല. നിസ്കാരം ഇല്ലാഞ്ഞാൽ ഖുദുവത്ത് ഹഖീഖത്തിലില്ല, സൂറത്തിലേ ഉള്ളൂ. അപ്പൊ അത് തഹമ്മുൽ ചെയ്യാൻ യോഗ്യതയില്ല. വലിതാലിക്കലവറക്കഹുറാക്കിയാൻ ലം യുദ്രിക്കറക്കാത്ത, അതുകൊണ്ട് തന്നെ ഈ മഅ്മൂമായ ഇമാമിനെ എത്തിച്ച്, ഏത് ഇമാമിനെ? ഈ മുഹദിസായ ഇമാമിനെ, അല്ലെങ്കിൽ ഖുബ്സ് ഖഫിയുള്ള ഇമാമിനെ എത്തിച്ചു, റുക്കോയിലായി എത്തിച്ചു. എന്നാൽ അമ്യുദ്രിക്ക് റക്കായത്തിനെ എത്തിക്കൂല എന്ന് പറഞ്ഞാൽ ഈ ഫാത്തിഹ അയാൾ തഹമ്മുൽ ചെയ്യുന്നില്ല, അപ്പൊ റക്കായത്ത് കിട്ടൂല എന്ന് പറഞ്ഞാൽ എന്താ? പിന്നെ തിരിഞ്ഞു നടത്താം. ഇവനങ്ങനെ വന്ന് തുടർന്ന് കഴിഞ്ഞ് പിന്നെ അടുത്ത റക്കായത്തിൽ എത്തിയപ്പോഴാണ് ഇവന് തിരിയുന്നത്. ആ ഇമാമോ മുത്തത്തഹിർ ആയിരുന്നില്ല, മുഹദിസോ ശരീരത്തിന് ജസോ ഉള്ളത് ഇവൻ കാണുകയും ചെയ്തു കഴിഞ്ഞാല് അപ്പോൾ റക്കായത്ത് നിസ്കരിക്കണം പിന്നെ അവസാനം. അങ്ങനെ ഇന്നമാ ഉസീബൽ മുസല്ലി ഖൽഫഹു അലൽ ജമാഅത്തിൽ ഉജൂദി സൂറത്തിഹ. എന്നാല് ഈ രീതിയിൽ എന്താണ്? മുഹദിസോ അല്ലെ ദുൽഖുബ്സുൽ ഖഫിയ്യോ ആയ ആള്, അയാളുടെ പിന്നിൽ നിസ്കരിച്ച ആളിന് എന്താവും? ജമാഅത്തിന്റെ കൂലി കിട്ടും. ഇന്നമാ ഉസീബ, സവാബ് കിട്ടും. അൽ മുസല്ലി, നിസ്കരിക്കുന്ന ആളിന് സവാബ് ലഭിക്കും. ഖൽഫഹു, ഈ മുഹദിസായ ഇമാമിന്റെ, അല്ലെങ്കിൽ ആ മുത്തത്തഹിർ അല്ലാത്ത ഖുബ്സുൻ ഖഫിയ്യുള്ള, ഖുബ്സുൽ ആഹിറാണെങ്കിൽ കൂലി കിട്ടൂല. അതാണ് ഖുബ്സുൽ ആഹിറാണ് പിന്നെ ഏതായാലും തഹമ്മുൽ ചെയ്യൂല. ഖുബ്സ് ഖഫിയ്യ് എന്ന് പറഞ്ഞത് ആ തഹമ്മുല് എന്താണ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞത് ഇതും കൂടെ നോക്കിയിട്ടാ സവാബ് കിട്ടുന്നത്, മറ്റേ സവാബും കിട്ടൂല. ലിവുജൂദി സൂറത്തി, അതാ ജമാഅത്തിന്റെ സൂറത്തുള്ളത് കൊണ്ടാണ് കൂലി കിട്ടുന്നത്. ഇത് യൂത്തഫറു ഫിൽ ഫളായിൽ മാലാ യൂത്തഫറു ഫി ഗൈരിഹാ. ഫളായിൽ ജമാഅത്തിന്റെ കൂലി കിട്ടുക എന്നുള്ളത് ഫളായിലാണല്ലോ, മഹത്വമാണ്. അതിൽ പൊറുക്കപ്പെടും, ഫളായിൽ അല്ലാത്തതിൽ പൊറുക്കപ്പെടാത്തത്. ഇതുപോലെ തഹമ്മുലിഹുന അൽ മുസ്തദിഇ ലിഖുവ്വത്തി റാബിത്തത്തി, ആ ഗൈറ് എന്ന് പറഞ്ഞതിന് ഉദാഹരണം പറഞ്ഞ തഹമ്മുല് പോലെ. ഹുന എന്ന് പറഞ്ഞത് ഇവിടെ എന്ന് പറഞ്ഞാല് ഈ പറഞ്ഞ ഫാത്തിഹയും എന്ന പോലെ സഹുവിന്റെ മുക്തല ഇതിനെയൊന്നും തഹമ്മുൽ ചെയ്യൂല. അൽ മുസ്തദിഇ ലിഖുവ്വത്തി റാബിത്ത, ആ തഹമ്മുല് തേടുന്നുണ്ട് എന്ത്? ഇമാമിന്റെയും മഅ്മൂമിന്റെ ഇടയിലെ ബന്ധം കവിയായിരിക്കണം എന്ന് തേടുന്നുണ്ട്. കവിയായിരിക്കണം എന്ന് പറഞ്ഞാൽ തഹാറത്തുണ്ടാണ്, അല്ലേ കവിയാവൂല. മറ്റേ സൂറത്ത് മതി, അപ്പോ റാബിത്ത കവിയാകണമെന്നില്ല, ലൈഫായാലും മതി. ഖറജ ബി ഹാലിൽ ഖുദുവത്തി, ഇനി ഹാലുൽ ഖുദുവത്തിലുള്ള സഹു എന്നുള്ള മത്തനിൽ പറഞ്ഞത്. അപ്പൊ ഹാലുൽ ഖുദുവത്ത് എന്നതുകൊണ്ട് ഖാരിജായി ബഅദഹ, ഖുദുവത്തിന്റെ ശേഷമുള്ള മറദി. വസയത്തി, ആ ശേഷമുള്ള മറദിയെ കുറിച്ച് ശേഷം വരുന്നുണ്ട്. വ ഖബലഹ എന്ന പോലെ ഖുദുവത്തിന്റെ മുമ്പുള്ള മറദിയും. അത് രണ്ട് ഖാരിജായി എന്ന് പറയുമ്പോൾ ഫലാ യതഹമ്മലുഹു, ആ ഇമാമ് ആ സഹുവിനെ ഏറ്റെടുക്കൂല, അതിന്റെ മുത്തള ഏറ്റെടുക്കൂല. അലൽ മുഅ്തമദി. പിന്നെ വഇന്നമാ ലഹിഖഹു സഹു ഇമാമിഹി ഖബ്ല ഇഖ്തിദാഇഹി ബിഹി, അങ്ങനെയാകുമ്പോൾ വേറെ മസല.
ഇത് മഅ്മൂമിന്റെ സഹ്വ് ഇമാം ഏൽക്കുന്നതാണ്. എന്നാൽ ഇമാമിന് സഹ്വ് പറ്റി എപ്പോ? ഇയാള് തുടരുന്നതിന് മുമ്പ് ഇമാമിന് ഒന്നാമത്തെ റക്അത്തിൽ സഹ്വ് പറ്റി, ഇയാൾ തുടരുന്ന രണ്ടാമത്തെ റക്അത്തിലാ. എന്നാൽ ഇയാളുടെ തുടർച്ചയ്ക്ക് മുമ്പ് പറ്റിയ ആ സഹ്വിന്റെ പേരിൽ ഈ മഅ്മൂം, ഈ മസ്ബൂഖായ മഅ്മൂം ഉണ്ടല്ലോ, നിസ്കാരത്തിന്റെ അവസാനം സുജൂദ് ചെയ്യൽ സുന്നത്തുണ്ട്. ഇയാളെ സ്വന്തം നിസ്കാരത്തിന്റെ അവസാനം തന്നെ ഇമാമിന്റെ കൂടെ ഏതായാലും മുതാബഅത്ത് നിർബന്ധമാണ്. അതിന് പുറമെ അപ്പോ ഇഖ്തിദായിന് മുമ്പുള്ള ആ ഇമാമിന്റെ സഹ്വ് മഅ്മൂമിനെ ബാധിക്കുന്നുണ്ടല്ലോ. തഹമ്മുല് ചെയ്യലും എന്ന പോലെ, അതായത് മഅ്മൂമിന്റെ തഹമ്മുല് ചെയ്യലും ഇമാമിന്റെ സഹ്വ് മഅ്മൂമിനെ ബാധിക്കലും ഒരുപോലെ ആകണ്ടേ? അതിനെ പറഞ്ഞു ഇവിടെ വ്യത്യാസം എന്താ? ഇന്നമാ ലഹിഖഹു, മഅ്മൂമിനേക്ക് ചേരുന്നുണ്ട്. സഹു ഇമാമിഹി, ഇവന്റെ ഇമാമിന്റെ സഹ്വ് ചേരുന്നുണ്ട്. എപ്പോഴുള്ള സഹ്വ്? ഖബല ഇഖ്തിദാഇ ബിഹി, ആ മഅ്മൂം ഇമാമിനെ തുടരുന്നതിന് മുമ്പുള്ളത്. ലിഅന്നഹു വഹിദ, കാരണം അറിയപ്പെട്ടിട്ടുണ്ട് തഅദ്ദിൽ ഖലലി മിൻ സലാത്തിൽ ഇമാമിൽ സലാത്തിൽ മഅ്മൂമി, കണ്ട ഖലല് വിട്ടുകിടക്കും എന്നത് അറിയപ്പെട്ട കാര്യമാണ്. തഅദ്ദിൽ ഖലല് വിട്ടുകിടക്കും. ആരുടെ നിസ്കാരത്തിൽ നിന്ന്? ഇമാമിന്റെ നിസ്കാരത്തിൽ നിന്ന് മഅ്മൂമിന്റെ നിസ്കാരത്തിലേക്ക് വിട്ടുകിടക്കുമെന്ന് അറിയപ്പെട്ട കാര്യമാണ്. ദൂന അക്സിഹി, മഅ്മൂമിന്റെ ഖലല് ഇമാമിന്റെ നിസ്കാരത്തിലേക്ക് വിട്ടുകിടക്കല് ഇല്ല. മഅ്മൂമിന് എന്ത്? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ മഅ്മൂം തഹാറത്തില്ലാതെ നിസ്കരിച്ചു, അതുകൊണ്ട് വല്ല കുഴപ്പമുണ്ടോ? ഇമാമിന് ശുദ്ധിയില്ല എന്നുണ്ടെങ്കിൽ അവിടെ പ്രശ്നമല്ലേ? ഈ രീതിയിലുള്ള ഖലലുകൾ ഇമാമിൽ നിന്ന് മഅ്മൂമിലേക്ക് വിട്ടുകിടക്കും. അപ്പൊ മുമ്പുള്ളതും ബാധിക്കുന്ന അർത്ഥം. ഇനി ഫലൗ തന്നെ സലാമഹു ഫസല്ലമ ഫബാന ഖിലാഫുഹു സല്ലമ മഅഹു വലാ സുജൂദാൻ. ഇനി ഫലൗ തന്നെ മഅ്മൂം തന്നെ ചെയ്തു, സലാമഹു ഇമാം സലാം വീട്ടി എന്നതിനെ തന്നെ ചെയ്തു. അപ്പൊ ഇമാം സലാം വീട്ടി എന്ന് വിചാരിച്ചിട്ട് ഫസല്ലമ മഅ്മൂം സലാം വീട്ടി. ഫബാന ഖിലാഫുഹു, ആ മഅ്മൂം സലാം വീട്ടി കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഖിലാഫ്, ഏതിന്റെ? ഇവൻ ലന്ന് ചെയ്തതിന്റെ ഖിലാഫ് വെളിവായത്. അതാ ഐ ഖിലാഫു മാ ലന്നഹു, ഹൂ എന്ന് പറഞ്ഞ ലമീർ, ഖിലാഫു ഹൂ എന്ന് പറഞ്ഞ ഹൂന്റെ ലമീർ എന്താണ്? മാലന്നഹു എന്ന് പറഞ്ഞ ഒരു അറിയപ്പെട്ടതിലേക്കാണ് മടങ്ങുന്നത്. അതിനാണ് ഐ ഖിലാഫു മാ ലന്നഹു, ഇവൻ തന്നെ ഇതിന്റെ ഖിലാഫ് ലാഹിറായി. സല്ലമ മാഹു, എന്നാൽ ഇമാമിന്റെ ശേഷം ഇവൻ വീണ്ടും സലാം വീട്ടണം. അപ്പൊ ഇമാം സലാം വീട്ടിയില്ലല്ലോ, ഇമാം ഇച്ചിരി കഴിഞ്ഞാൽ സലാം വീട്ടും. അപ്പൊ മഅ്മൂം വീണ്ടും സലാം വീട്ടണം. മാഹു ഇമാമിന്റെ കൂടെ എന്ന് പറഞ്ഞാല് ഐ ബായതഹു, അതിന്റെ ശേഷം എന്നാ. ഇമാമിന്റെ കൂടെ ആയാലെന്താ? മുഖാറനത്തുണ്ടായി കഴിഞ്ഞാല് ജമാഅത്തിന്റെ കൂലി പോകും എന്നേ ഉള്ളൂ. ശേഷമാകുമ്പോഴേ ജമാഅത്തിന്റെ കൂലി കിട്ടുള്ളൂ. അപ്പൊ അതായത് ഐ ബായതഹു എന്ന് പറഞ്ഞത്. ഇനി വലാ സുജൂദ്, അവിടെ സുജൂദ് ചെയ്യണം. അത് വേണ്ട. കാരണം എന്താ? അന്നഹു സഹൂം ഫി ഹാലിൽ ഖുദുവത്തി, ഇത് ഖുദുവത്തിന്റെ സമയത്തുള്ള മർദിയല്ലേ. ഇമാം സലാം കിട്ടിയിട്ടില്ല, അതിനു മുമ്പാണ് എന്താണ് മഅ്മൂമിന് ഈ സഹു പറ്റിയത്. അപ്പൊ സുജൂദ് ചെയ്യണ്ട. ഇനി വലൗദക്കറ ഫി തശഹുദിഹി തർക റുക്നിൻ ഗൈരിൻ നിയ്യത്തി വത്തക്ബീരി ഖാമ ബഅദ സലാമിഹി ഇലാ റക്അത്തിഹി വലാ യസ്ജുദു, സുജൂദും ചെയ്യണ്ട. അതായത് ഒരുത്തൻ അത്തഹിയാത്തിൽ ഇരുന്നപ്പോൾ ഓർമ്മയായി തെർക്ക റുക്കിന്, ഒരു റുക്കിന് ഒഴിവാക്കിയെന്ന്. ഇതാരാ? മഅ്മൂമാണ്. മഅ്മൂം അത്തഹിയാത്തിൽ ഇരിക്കുകയാണ് ഇമാമിന്റെ കൂടെ. അപ്പൊ ഒരു റുക്കിന് ഞാൻ ഒഴിവാക്കിയെന്ന്. ആ റുക്കിന് അതാ നിയ്യത്തും അല്ല തക്ബീറത്തുൽ ഇഹ്റാമും അല്ല. എന്നാൽ ഖാമ ബഅദ സലാം ഇമാമിഹി, ഇമാം സലാം കിട്ടിയതിന് ശേഷം ഇയാൾ എഴുന്നേൽക്കണം. ഇലാ റക്അത്തിഹി, ഇവന്റെ റക്അത്തിലേക്ക്. ആരുടെ? ഈ മഅ്മൂമിന്റെ നഷ്ടപ്പെട്ട ഒരു റക്അത്തുണ്ടല്ലോ, അതിലേക്ക് എഴുന്നേറ്റ് ഒരു റക്അത്ത് നിസ്കരിക്കണം എന്നാ പറഞ്ഞത്. അപ്പൊ വലൗദക്കറൽ മഅ്മൂമു, മഅ്മൂമിന് ഓർമ്മയായി. ഫി ജുലൂസി തശഹുദി, ഇവന്റെ തശഹുദിന്റെ ഇരുത്തത്തില് എന്താ ഓർമ്മയായത്? തെർക്ക റുക്കിനിൻ, ഒരു റുക്കിന് ഒഴിവാക്കി. ഗൈറ സജിദത്തിൻ മിനൽ അഖീറത്തി, മത്തില് എന്താണ്? ഗൈരി നിയ്യത്തി വത്തക്ബീരി എന്നേ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ ഇബ്നു ഹജർ റഹിമഹുല്ലാഹ് വേറെണ്ണം രണ്ടെണ്ണം കൂടി കൂട്ടുന്നുണ്ട്. ഗൈരി സജിദത്തിൻ മിനൽ അഖീറത്തി വ ഗൈരി സലാമി, അത് രണ്ടും കൂടി കൂട്ടുന്നുണ്ട്. അത് രണ്ടും അല്ലാത്ത റുക്കിന്. അപ്പൊ അവസാനത്തെ റക്അത്തിൽ നിന്നുള്ള അൽ അഖീറത്തി എന്ന് പറഞ്ഞാൽ റക്അത്തിൽ അഖീറത്തി, അതിൽ നിന്നുള്ള ഒരു സുജൂദ് അല്ലാത്തത്. എന്തിനാ അതിനുള്ളൊരു സുജൂദ് അല്ലാത്തതെന്ന് പറയാൻ കാരണം ലിമാം റഫി റുക്കിന് തെർത്തീബ്, തെർത്തീബ് എന്ന റുക്കിന് വിശദീകരിക്കുന്നിടത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്ത്? അവസാനത്തെ റക്അത്തിലൊരു സുജൂദ് മറന്നതായി ഇവന് ഓർമ്മ വന്നാല് എന്ത് ചെയ്താൽ മതി? ആ സുജൂദ് ചെയ്തതിനു ശേഷം പിന്നെ തഹിയ്യാത്ത് മടക്കി ഓതിയാൽ മതി. അത് പറയുന്നുണ്ട്. ഒരു റക്അത്ത് നിസ്കരിക്കണ്ട, ഇവിടെ ഒരു റക്അത്ത് നിസ്കരിക്കേണ്ട മസലയാണ് പറയുന്നത്. വൈരുസലാമി, സലാം അല്ലാത്തതെന്നും പറയാൻ കാരണം എന്താ? ഇമാം റഫീഹി,
ആ റുക്കുനു തർത്തീബിൽ കഴിഞ്ഞ ഒന്ന്. അതായത് ഒരുത്തന് സലാമ വീട്ടിയിട്ടില്ല, സലാമിനെ തെർക്ക് ചെയ്തു എന്ന് ഓർമ്മ വന്നാല് സലാം വീട്ടിയാൽ മതി, പിന്നെ ആ തയ്യാത്ത് ഓതണ്ടല്ലോ, അവിടെ സുജൂദും ചെയ്യണ്ട. കാരണം എന്താ, ആ സുജൂദിന്റെ സമയം കഴിഞ്ഞു പോയില്ലേ. അതുകൊണ്ട് പിന്നെ ലിമാ മർറ ഫീഹി വഗൈരിൻ നിയ്യത്തി വത്തക്ബീരി ലിത്തഹറുമി, തഹറുമിന്റെ തക്ബീർ നിയ്യത്തും അല്ലാത്ത. ഔ ശക്ക ഫീഹി, അല്ലെങ്കിൽ എന്താണ് ഉറപ്പായിട്ടില്ല, തെർക്ക റുക്കനിൻ എന്നാണ്, അത് ഓർമ്മയായി, അപ്പൊ അതിന്റെ മേലെ എത്തുഫായിട്ട് വലവ് തക്കറ എന്നുള്ളതിന്റെ മേലെ എത്തുഫായിട്ട് ഔ ശക്ക ഫീഹി, അല്ലെങ്കിൽ തെർക്ക് ചെയ്തോ എന്ന് സംശയിച്ചു എന്നാ. ഈ പറഞ്ഞ റുക്കിന് ഒഴിവാക്കിയോന്ന് സംശയിച്ചു. എന്നാ കാമ, ഇവൻ എഴുന്നേക്കണം ബാദ സലാമി ഇമാമി, ഇമാം സലാം വീട്ടിയിട്ട് ശേഷം എഴുന്നേക്കണ്ടേ. ഇല റക്കായത്തിഹി അൽ ഫായിത്തത്തി, ഇവന്റെ റക്കായത്ത് എന്ന് പറഞ്ഞാൽ നഷ്ടപ്പെട്ട റക്കായത്ത്. എന്തുകൊണ്ടാണ് റക്കായത്ത് നഷ്ടപ്പെട്ട? ബി ഫവാത്തിർ റുക്കിന്, റുക്കിന് നഷ്ടപ്പെട്ടാൽ റക്കായത്ത് പോവുമല്ലോ. കമാ ഉലിമാം ഇമാം റസമ്മ, അവിടെ കഴിഞ്ഞതിൽ നിന്ന്, അവിടെ എന്ന് പറഞ്ഞാല് ആ തെർത്തീബിന്റെ റുക്കിനിൽ കഴിഞ്ഞ ഒന്നിൽ നിന്ന് അറിയപ്പെട്ടതുപോലെ. റുക്കിന് നഷ്ടപ്പെട്ടാൽ റക്കായത്ത് നഷ്ടപ്പെടുന്ന അവിടെ എന്ത് അറിയപ്പെട്ടിട്ടുണ്ട്. അപ്പൊ ആ റക്കായത്തിലേക്ക് എഴുന്നേക്കണം. എന്നാൽ വല യജൂസു ലഹുൽ ഔദുലി തദാറുക്കിഹി, എന്താണ് ഇമാമ് സലാം വീട്ടിയതിന് ശേഷം റക്കായത്ത് നിസ്കരിക്കുക വേണ്ടത്. നേരെ എന്താണ് ആ റുക്കിനിലേക്ക് അങ്ങ് മടങ്ങാൻ പറ്റുമോ? മൗമൂം അല്ലാത്ത ആള്, ഒറ്റക്ക് നിസ്കരിക്കുന്ന ആളോ അല്ലെ ഇമാമോ ആണെങ്കിൽ ആ ഒഴിവാക്കിയ റുക്കിനിലേക്ക് നേരെ എഴുന്നേക്കല്ലേ വേണ്ടത്. അതിവിടെ പാടില്ല. വല യജൂസു ലഹു, ഈ മൗമൂമിന് ജായിസല്ല അല്ല ഇത് മടങ്ങല് എന്തിലേക്ക്, ആ മത്രൂക്കായ റുക്കിനിലേക്ക് മടങ്ങുക, ലി തദാറുക്കി, അത് വീണ്ടെടുക്കാൻ വേണ്ടി, അത് പാടില്ല. ലിമാഫിഹി മിൻ തെർക്കിൽ മുത്താബായത്തിൽ വാജിബത്തി, കാരണം അങ്ങനെ മടങ്ങിയാൽ വാജിബായ മുത്താബായത്ത് ഒഴിവാക്കൽ വരും. ആ മടങ്ങുക എന്നതിലുണ്ടായതിനാൽ എന്നാൽ ലിമാഫിഹി, അതിലെന്തുണ്ട്, മിൻ തെർക്കിൽ മുത്താബായത്തിൽ വാജിബത്തി. ഇവിടെ സുജൂദ് ചെയ്യണോ? വേണ്ട. വലായസ്തുദു ഫി തദക്കുരി, അതായത് വലവ് തക്കറ എന്നും പറഞ്ഞു, ഔ ശക്ക ഫീഹി എന്നും പറഞ്ഞു. അപ്പൊ ഈ തദക്കുറിന്റെ അവിടെ സുജൂദ് ചെയ്യണ്ട. ലിവുഖൂഇ സഹ്വിഹി ഹാലൽ ഖുദുവത്തി, കാരണം എന്താണ്, ഖുദുവത്തിന്റെ സമയത്താണ് ഇവന്റെ സഹ്വ് സംഭവിച്ചത്. അപ്പൊ എന്താക്കണ്ട, സുജൂദ് ചെയ്യണ്ട. എന്നാൽ സംശയിച്ചാലോ സുജൂദ് ചെയ്യണം. ഔ ശക്ക ഫീഹി എന്ന് പറഞ്ഞില്ലേ, അതാ ബിഖിലാഫി ശക്കി, കാരണം എന്താ, ലിഫിഇലിഹി ബഅദഹ സായിദൻ ബിതഖ്ദീരിൻ, കാരണം ഇവൻ ചെയ്യുന്നുണ്ട്. സംശയിക്കുമ്പോഴേ ഒരു റുക്കിന് ഒഴിവാക്കിയോ ഇല്ല എന്നുള്ള സംശയമാകുമ്പോ ഒരു തഖ്ദീർ അനുസരിച്ച്, അതായത് ആ ഒഴിവാക്കിയോ എന്ന സംശയം അനുസരിച്ച് ഒഴിവാക്കാതിരിക്കാനുള്ള സാധ്യത ഉണ്ടല്ലോ. ഇവന് സംശയം വെറുതെ തോന്നിയാൽ നോക്കുക. അപ്പൊ ആ റുക്കിന് ഒഴിവാക്കിയിട്ടില്ലെങ്കിൽ പിന്നീട് ഇവൻ നിസ്കരിക്കുമ്പോ എന്താണ്, ഒഴിവാക്കിയിട്ടില്ല എന്ന തഖ്ദീർ അനുസരിച്ച് സായിദയല്ലേ ഇവൻ ചെയ്യുക. സായിദ ചെയ്തു കഴിഞ്ഞാല് സുജൂദ് ചെയ്യണമല്ലോ. അതാ ബിഖിലാഫി ശക്കി അനലി ഫിഇലിഹി, ഇവൻ ചെയ്യുന്നതിന് വേണ്ടി ബഅദഹ ഖുദുവത്തിന്റെ ശേഷം ഇവൻ ചെയ്യുന്നു. സായിദൻ, ഒരു സായിദയായ കാര്യത്തിന് ചെയ്യുന്നു. ബി തഖ്ദീരിൻ, ഒരു തഖ്ദീർ അനുസരിച്ച്, ശക്കിന്റെ ഒരു തഖ്ദീർ അനുസരിച്ച്. വമിൻ ദമ്മ ലൗ ശക്ക ഫി ഇദ്റാക്കി റുകൂഇൽ ഇമാമി, അപ്പൊ സായിദ ചെയ്യുന്നോണ്ടാണ് എന്ത് സുജൂദ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പൊ ആ ഇല്ലത്തിനാൽ എന്താ, ലൗ ശക്ക, ഒരു മൗമൂമ് സംശയിച്ചു, ഫി ഇദ്റാക്കി റുകൂഇൽ ഇമാമി, ഇമാമിന്റെ റുകൂഅ് കെട്ടിയോ ഇല്ലെന്ന് സംശയിച്ചു. അതായത് ഇവന് തക്ബീറത്തുൽ ഇഹ്റാം ചെയ്യുമ്പോ ഇമാമ് റുകൂഇലാണ്, ഇവൻ എന്ത് ചെയ്തു, അല്ലാഹു അക്ബർ എന്ന റുകൂഇലേക്ക് പോയി. പക്ഷെ ഇവനൊരു സംശയം, ഇമാമിന്റെ റുകൂഅ് കിട്ടിയോ ഇല്ലേ എന്നല്ലേ. അതായത് ഇമാമിനെ എന്താണ്, റുകൂഇല് ഇവൻ അങ്ങെത്തി തുമൈനീനത്താകുന്നവരെ കിട്ടണമല്ലോ, അങ്ങനെ കിട്ടിയെന്ന് സംശയം. ഔഫി അന്നഹു അദറക സ്വലാത്ത മഅഹു കാമിലത്തൻ, അല്ലെങ്കിൽ ഈ ഇമാമിന്റെ കൂടെ നിസ്കാരം പൂർണ്ണമായി കിട്ടിയല്ലോ എന്നൊരു സംശയം. അതായത് ഇവന് അവസാനത്തെ തയ്യാത്തിൽ ഇരുന്നപ്പോഴാണ്, ഞാനിപ്പോ ഇമാമിന്റെ കൂടെ 3 റക്അത്താണോ എനിക്കിപ്പോ കിട്ടിയല്ലോ, 4 റക്അത്താണോ കിട്ടിയെന്നൊരു സംശയം. ഔ നാഖിസത്ത റക്അത്തിൻ, അതാ പൂർണ്ണമായി കിട്ടിയോ, ഔ നാഖിസത്ത റക്അത്തിൻ, അല്ല 1 റക്അത്ത് കുറവാണോ കിട്ടിയത്. ഈ 2 സ്ഥലത്തും അത്താബി റക്അത്തിൻ, 1 റക്അത്ത് ഇവൻ നിസ്കരിക്കണം. വസജദ ഫീഹാ, ആ റക്അത്തിൽ സഹ്വിന് സുജൂദും ചെയ്യണം. കാരണം എന്താ, ലി ഉജൂദി ശക്കിഹി, ഇവന്റെ സംശയം ഉണ്ടായി. ആ ശക്ക് അൽ മുഖ്തലീലി സുജൂദി, അത് സുജൂദിനെ തേടുന്നതാണ്. ആ ശക്ക് ഉണ്ടായതിന് വേണ്ടി ബഅദൽ ഖുദുവത്തി, ഖുദുവത്തിന്റെ ശേഷവുമുണ്ട്. അയിലൻ, അതിന് മുമ്പുള്ള പോലെ തന്നെ ശേഷവും ഉണ്ട്. 1 റക്അത്ത് കിട്ടി, അല്ല ഇമാമിനെ റുകൂഇൽ കിട്ടിയോ ഇല്ലേ എന്നുള്ള സംശയം മാറിയിട്ടില്ലല്ലോ.
അപ്പൊ അതുകൊണ്ട് പിന്നീട് ഇമാമിന്റെ സലാം വിട്ടിയതിന് ശേഷം ആ സംശയം നിലനിൽക്കുകയാണ്. അതുകൊണ്ടാണ് ഉറക്കായത്ത് നിസ്കരിക്കേണ്ടത്. മറ്റെടുത്തും അങ്ങനെ തന്നെ. അമ്മൻ നിയ്യത്തു തക്ബീറത്തുൽ ഇഹ്റാം. അപ്പൊ നിയ്യത്തും തക്ബീറത്തുൽ ഇഹ്റാമോ അല്ലാത്ത റുക്ൻ ഒഴിവാക്കിയെന്ന് ഉറപ്പായാലും, അപ്പൊ അത് രണ്ടിലൊന്ന് ഒഴിവാക്കിയെന്ന് ഉറപ്പായാലോ ഫതദക്കുറു അഹദിഹിമാ അവിശ്ശക്കു ഫീഹി. അപ്പോ ഈ രണ്ടിലൊന്ന് ഒഴിവാക്കിയെന്ന് ഉറപ്പായാൽ, അല്ലെങ്കിൽ ആ ഒഴിവാക്കിയെന്ന് സംശയമായാൽ, ഈ നിയ്യത്ത് തക്ബീറത്തുൽ ഇഹ്റാം ഔ ഫി ശർത്തിൻ മിൻ ശുറൂത്തിഹി, അല്ലെങ്കിൽ അതിന്റെ ഒരു ഷർത്ത് ഒഴിവാക്കിയോ എന്ന് സംശയമായാൽ, ഇദാ ത്വാല ഔ മദാ മഅഹു റുക്നുൻ, ആ ശക്ക് തവീലായി, ഫസ്ല് തവീലായ നിലയിൽ നീണ്ടു, അല്ലെങ്കിൽ ആ ഷെക്കോടുകൂടെ കഴിഞ്ഞു കടന്നു, മഅഹു എന്ന് പറഞ്ഞ ഷെക്കോടുകൂടെ റുക്ന് കഴിഞ്ഞു കടന്നാൽ യുബ്തിലു സ്വലാത്ത, അത് നിസ്കാരത്തിനെ ബാത്തിലാക്കും. കമാ മർറ, മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി വസ്സഹൂഹു ബഅദ സലാമിഹി ലാ യഹ്മിലുഹു, ഖുദുവത്തിന്റെ സമയത്തുള്ള സഹവ് അതിന്റെ മുക്തള എന്താണ്? ഇമാം ഏൽക്കുന്നത്. അപ്പൊ അല്ലെങ്കിലോ സലാമിന്റെ ശേഷമുള്ള സഹുവാണെങ്കിലോ, അഥവാ സഹൂഹു അയിൽ മൗമൂമി, മൗമൂമിന്റെ മറതി ബഅദ സലാമിഹി, ആ സഹവ് എന്താണ്? ഇമാമ് സലാം കിട്ടിയതിന് ശേഷമുള്ള മറതി. ലാ യഹ്മിലുഹു, ഇമാം അതിനെ ഹംലിയൂല എന്ന് പറഞ്ഞാൽ മറതി എന്ന് പറഞ്ഞാൽ മറതിന്റെ മുക്തള നേരത്തെ പറഞ്ഞല്ലത്, അത് ഇമാം ഏൽക്കൂല എന്ന് പറഞ്ഞാൽ ഇവൻ വേറെ സുജൂദ് ചെയ്യണം. കാരണം എന്താ? ഇൻഖിലായിൽ കുദുവത്ത് മുറിഞ്ഞു. കുദുവത്താണല്ലോ റാബിത്ത, ഹംലി ചെയ്യാനുള്ള റാബിത്ത കുദുവത്താണ്, മുറിഞ്ഞു. അപ്പൊ പിന്നെ ഹംലിയൂല. ഇനി ഫലൗ സല്ലമൽ മസ്ബൂഖ് ബി സലാമി ഇമാമിഹി ബന വസജദ, വേറൊരു മസല. മസ്ബൂഖായ ആൾ ഇമാമിന്റെ കൂടെ അങ്ങ് സലാം വീട്ടിപ്പോയി, ഇയാൾ ഓർക്കാതെ മറന്ന് ഇമാമ് സലാം വീട്ടിപ്പോയി, ഇയാളങ്ങ് സലാം വീട്ടി. അത് കഴിഞ്ഞാൽ ഓർത്ത്, ഓ ഞാൻ മസ്ബൂഖാണല്ലോ, എനിക്ക് ഒരു റക്കാത്തോ 2 റക്കാത്തോ 3 റക്കാത്തോ നിസ്കരിക്കാൻ ബാക്കിയുണ്ടല്ലോ എന്ന് പിന്നെ ഓർമ്മയായത്. എന്നാൽ എന്ത് ചെയ്യണം? ബന, ബാക്കി നിസ്കരിക്കണം, നിസ്കാരം ആദ്യം മുതൽ തുടരണ്ട. വസജദ, സുജൂദും ചെയ്യണം എന്നാ. അതാ ഫലൗ സല്ലമൽ മസ്ബൂഖ് ബിസ്സലാമി ഇമാമിഹി, ഇമാമിന്റെ സലാമ് കാരണത്താൽ സലാം കിട്ടിയെന്ന. ബി സലാമി ഇമാമിഹി എന്ന് പറഞ്ഞത് ഐ ബഅദഹു, ഇമാമിന്റെ ശേഷമാണല്ലോ സലാം കിട്ടുക. അങ്ങനെ സുമ്മത്തദക്കറ, വീട്ടിൽ കഴിഞ്ഞപ്പോ ഓർമ്മയായി. ബന ഇൻ ഖസുറൽ ഫസ്ലു, അപ്പൊ ബാക്കി നിസ്കരിക്കണം എന്ന് പറഞ്ഞതപ്പോ ഫസ്ല് ഖസീറാണെങ്കിൽ, ഫസ്ല് തവീലാണെങ്കിൽ പിന്നെ ബാക്കി നിസ്കരിച്ചാൽ മതിയാവൂലല്ലോ. അപ്പൊ സജദ, സുജൂദും ചെയ്യണം, സഹുവിന്റെ സുജൂദ് ചെയ്യണം. കാരണം എന്താ? ലിഅന്ന സഹുവഹു വഖഅ ബഅദ ഇൻഖിലാഇൽ ഖുദുവത്തി, കാരണം ഇവന്റെ കുദുവത്ത് മുങ്കത്തി ആയതിന് ശേഷമാണ് എന്ത് സംഭവിക്കുന്നത്? ഈ സഹുവ് സംഭവിക്കുന്നത്. പിന്നെ ഇമാം സലാം വിട്ടിയതിന് ശേഷമാണല്ലോ ഇവൻ സലാം വിട്ടുന്നത്. അപ്പൊ ഈ സലാം, ആ ശേഷമുള്ള ഈ സലാം വിട്ടലാണ് മറന്ന് സംഭവിക്കുന്നത്, അത് കുദുവത്തിന്റെ ശേഷമാണ്. അപ്പൊ മഹല്ലുഹു കമാ ഖാലൽ ബഗവിയു, ഇമാം എന്താണ് മുഹീസുന്ന ബഗവി റഹിമഹുല്ലാഹ് പറഞ്ഞ പോലെ ഈ പറഞ്ഞതിന്റെ മഹല്ല്, അതായത് ആ സുജൂദിന്റെ മഹല്ല്, സജദ എന്ന് പറഞ്ഞില്ലേ, ആ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞത് എപ്പോഴാ? ഇൻ അതാ ബി അലൈക്കും, സലാം വീട്ടലാണ്. അപ്പൊ അസ്സലാമു അലൈക്കും എന്ന് പൂർത്തിയാക്കി പറഞ്ഞാലാണ്. മുമ്പ് ഈ മസല പറഞ്ഞിട്ടുണ്ട്. ലിഅന്നസ്സലാമു മിൻ അസ്മാഇഹി തആല, കാരണം എന്താണ്? അസ്സലാമു അലൈക്കും, അലൈക്കും എന്ന് പറഞ്ഞിട്ടില്ല, അസ്സലാമു എന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ സുജൂദ് വേണ്ടാന്നാ പറഞ്ഞതിന്റെ അർത്ഥം. അതിന് കാരണം പറഞ്ഞ് സലാമു എന്ന് പറഞ്ഞാൽ അള്ളാന്റെ അസ്മായിൽ പെട്ടതാണല്ലോ. അപ്പൊ അസ്സലാമു എന്ന് മാത്രം പറഞ്ഞാൽ സുജൂദ് ചെയ്യണ്ട. കാരണം എന്താ? അത് അള്ളാന്റെ ഇസ്മാണ്. അപ്പൊ ഖിറാഅത്തും ദിക്റും ഒക്കെ അല്ലാത്തത് വർദ്ധിപ്പിച്ചാലാണല്ലോ സുജൂദ് ചെയ്യേണ്ടി വരിക. അപ്പൊ അതിന് ഇത് ദിക്റ് പെട്ടതല്ലേ എന്നാ. വ മഹല്ലുഹു, അതിന് തന്നെ പിന്നൊരു കൈത്, ഏത്? ഇത് അള്ളാന്റെ അസ്മായിൽ പെട്ടതാണ് എന്ന പരിഗണന കൊടുത്തിട്ട് സുജൂദ് ചെയ്യണ്ട എന്ന് വെക്കുക. അത് എപ്പോഴാ? ഇല്ലം യൻവി മാഹു, ആ അസ്സലാമു എന്നതോടുകൂടെ ഇവൻ കരുതിയിട്ടില്ലെങ്കിലാണ്. അൽ ഖുറൂജ മിനസ്സലാത്തി, നിസ്കാരത്തിൽ നിന്ന് വിരമിക്കുന്നു, തഹല്ലുലാകുന്നു, ഖാരിജാകുന്നു എന്ന് കരുതിയിട്ടില്ലെങ്കിലാണ്. അങ്ങനെ കരുതിയാലോ അസ്സലാമു കൊണ്ട് തന്നെ എന്താവും? പിന്നെ സുജൂദ് ചെയ്യണമെന്ന് വരും. കാരണം എന്താ? അന്നഹു, ഈ അസ്സലാമു എന്നത് എന്തോടുകൂടെ? ഈ നിയ്യത്തോടുകൂടെ യുബ്തിലു തഅമ്മുദുഹു ഹീനഇദിൻ, അതിനെ തഅമ്മുദായി ഉച്ചരിച്ചാല് എന്താണ്? നിസ്കാരത്തെ ബാത്തിലാക്കും. ഹീനഇദിൻ എന്ന് പറഞ്ഞാല് അങ്ങനെ ഖുറൂജ് നിയ്യത്ത് ചെയ്താൽ ബാത്തിലാക്കും. അപ്പൊ ലിഅന്നഹു അസ്സലാമു എന്നുള്ളത് യുബ്തിലു തഅമ്മുദുഹു
അതിന് തഅമ്മുദായാൽ ബോധപൂർവ്വം ഉച്ചരിച്ചാൽ നിസ്കാരത്തിനെ ബാത്തിലാക്കും. ഹീനയിദിന് ഇങ്ങനെ ഖുറൂജും മിന സലാത്ത് കരുതിയാൽ, അപ്പൊ അതുകൊണ്ട് അതിനും കൈ കൊടുക്കണം. വഅലൈഹി യുഹ്മലു ഖൗലുൽ അൻവാരി, ഇമാം അർദബീലി അൻവാറിൽ പറഞ്ഞ് ഇതിന്റെ മേൽ ഹംല് ചെയ്യണം. എന്താണ് പറഞ്ഞത്? അസ്സലാമു ഫി ഗൈരി വഖ്തിഹി മുബ്തിലുൻ. സലാമു എന്ന് പറഞ്ഞത് അതിന്റെ സമയത്തല്ലാതെ ഉച്ചരിച്ചാൽ ബാത്തിലാക്കും, മുബ്തിലാക്കുന്ന കാര്യമാണ് എന്ന് പറഞ്ഞത് എപ്പോഴാ? അതോടുകൂടെ ഖുറൂജ് നിയ്യത്ത് ചെയ്താലാ. ഇല്ലെങ്കിൽ അത് അള്ളാന്റെ അസ്മാഅൽ പെട്ടതാണല്ലോ എന്ന നിലയ്ക്ക് നിസ്കാരം ബാത്തിലാകൂല എന്നാ ഹുക്മ്. അല്ലെങ്കിൽ പിന്നെ അസ്സലാമു ഫി ഗൈരി വഖ്തിഹി മുബ്തിലുൻ എന്ന് പറഞ്ഞെടുത്ത് അസ്സലാമു അലൈക്കും എന്ന് പൂർണ്ണമായി ഉച്ചരിക്കാൻ അതിന് അർത്ഥം പറയാൻ കഴിയൂല. കാരണം എന്താ? അൻവാറിൽ വൈല്ലം യുത്തിമ്മഹു എന്നുണ്ട്. അതതിന്റെ ശേഷം ഫി ഗൈരി വഖ്തിഹി മുബ്തിലുൻ വൈല്ലം യുത്തിമ്മഹു, ആ സലാമിനെ പൂർത്തിയാക്കിയിട്ടില്ലെങ്കിലും, അപ്പൊ അസ്സലാമു മാത്രം ഉച്ചരിച്ചാലും മുബ്തിലാണെന്ന് പറഞ്ഞത്. അപ്പൊ അതിന്റെ മേൽ ഹംല് ചെയ്യണം. ഇനി അമ്മാലോ സല്ലമ മാഹു, നേരത്തെ പറഞ്ഞപ്പോ എന്താണ്? സലാം കിട്ടി ബി സലാമി ഇമാമിഹി എന്ന് പറഞ്ഞാൽ ബഅദഹു എന്ന് പറഞ്ഞു അല്ലെ? മുമ്പൊരു ബഅദഹു എന്ന് പറഞ്ഞിരുന്നു. അത് എന്താണ്? പിന്നെ സല്ലമ മാഹു എന്നുള്ളതിനായി ബഅദഹു എന്ന് പറഞ്ഞു അല്ലെ? അത് ഹാലുൽ ഖുദുവത്തില് സഹു ഹാലുൽ ഖുദുവത്ത് ആകുന്നതിന് വേണ്ടി പറഞ്ഞതാ. ശേഷമാണെങ്കിലും എന്തെന്നെ അത് ഹാലുൽ ഖുദുവത്തിലുള്ള ആണ് എന്നുള്ളത്. അവിടെ ഒപ്പാണെങ്കിലും രണ്ടും മസലം തന്നെ. പിന്നെ ജമാഅത്തിന്റെ കൂലി നഷ്ടപ്പെടുക കിട്ടുക എന്നുള്ള വ്യത്യാസമുള്ളൂ. ഇവിടെ ആണെങ്കിൽ അങ്ങനല്ല. ഇവിടെ എന്താണ്? ബഅദഹു എന്നുള്ള ഖൈദ. അതുകൊണ്ടാണ് അമ്മാലോ സല്ലമ മാഹു, ഇമാമിന്റെ കൂടെ അങ്ങ് സലാം കിട്ടിയാലോ, കൂടെ സലാം കിട്ടാലോ, ജമാഅത്തിന്റെ കൂലി പോകുന്നേ ഉള്ളൂ. ഫലാ യസ്ജുദു, അപ്പോ സഹുവിന്റെ സുജൂദ് ചെയ്യരുത്. കമാ റജ്ജഹഹു ഇബ്നുൽ ഉസ്താദ് റഹിമഹുല്ലാഹ് ലിവുഖൂഇ സഹവി ഹാലൽ ഖുദുവത്തി, കാരണം അപ്പോ സഹവ് ഖുദുവത്തിന്റെ സമയത്താണ് നടക്കുന്നത്. കാരണം സലാം തീർന്നാലല്ലേ ഖുദുവത്ത് മുൻകത്തിയാവുള്ളൂ. പിന്നെ വലഹു ഇഹ്തിമാലുൻ അന്നഹു യസ്ജുദു, പിന്നെ ഇബ്നുൽ ഉസ്താദ് തർജീഹാക്കി എന്ന് പറഞ്ഞിട്ട് പറയാം. ഇബ്നുൽ ഉസ്താദിന് ഒരു ഇഹ്തിമാലുണ്ട്. അപ്പൊ ഇബ്നുൽ ഉസ്താദ് റഹിമഹുല്ലാഹ് എന്ത് ചെയ്തു? സുജൂദ് ചെയ്യണം എന്നൊരു ഇഹ്തിമാൽ പറഞ്ഞിട്ട് പിന്നെയാണ് എന്താക്കിയത്? വേണ്ട എന്നതിനെ തർജീഹാക്കിയത്. അപ്പൊ അതാ വലഹു ഇബ്നുൽ ഉസ്താദ് എന്നവരിലേക്ക് മടങ്ങുന്നത്. ഇഹ്തിമാലുൻ അന്നഹു യസ്ജുദു, ഇവൻ സുജൂദ് ചെയ്യണം എന്നൊരു ഇഹ്തിമാൽ പറഞ്ഞിട്ടുണ്ട്. കാരണം എന്താ? ലിംഗിത്തായ കുദുവത്തിഹി, ഇവന്റെ കുദുവത്ത് മുറിഞ്ഞതിനാല്. കുദുവത്ത് എങ്ങനെ മുറിയുന്ന? ബിശുറൂഇഹി ഫീഹി, ആ ഇമാമ് സലാമിൽ തുടങ്ങുന്നതോടുകൂടെ തന്നെ കുദുവത്ത് മുറിയും. അങ്ങനെ ആവുമ്പോ ഇമാമിന്റെ കൂടെ സലാം കിട്ടിയാലും എന്തെന്നെ കുദുവത്തിന്റെ ശേഷമാണ് സഹവ് സംഭവിക്കുക അല്ലെ? അപ്പോ സുജൂദ് ചെയ്യണം എന്നാവുമല്ലോ. ഫീഹി നളറുൻ, ആ ഇഹ്തിമാലിൽ നളറുണ്ട്. കാരണം എന്താ? ലിമായത്തി ഫിൽ ജമാഅത്തി, ജമാഅത്തിന്റെ ബാബിൽ ശേഷം വരുന്നുണ്ട്. അന്നഹ തുദ്റകു ഫീമാലൗ നവാഹൽ മൗമൂമു, അന്നഹ ആ കുദുവത്ത് തുദ്റകു, ആ കുദുവത്ത് എത്തിക്കപ്പെടും. ഫീമ ഒരു രൂപത്തില് ലൗ നവാഹ അൽ മൗമൂമു, ആ പിന്നെ കുദുവത്തിനെ കരുതി ഒരു മൗമൂമു ബഅദ ശുറൂഉൽ ഇമാമി ഫിസ്സലാം, അസ്സലാമു അലൈക്കും എന്നിങ്ങനെ ഇങ്ങനെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് എന്ത് ചെയ്തത്? മൗമൂമ് ഒരാൾ ഇയാളെ തുടരാൻ കരുതിയത് എന്നർത്ഥം. അങ്ങനെ ഉണ്ടാവുമല്ലോ. ഇയാളെ അത്തഹിയ്യാത്തിലേക്ക് ഓടി വന്നിട്ട് എന്താക്കി? കുദുവത്ത് കരുതിയിട്ട് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ അപ്പോഴത്തേക്ക് ഇയാള് കുദുവത്ത് കരുതുമ്പോഴത്തേക്ക് ഇമാം അസ്സലാന്ന് പറഞ്ഞ് ഇങ്ങനെ കൊണ്ട് സലാം കിട്ടാൻ തുടങ്ങി. എന്നാൽ അയാൾക്ക് ജമാഅത്ത് കിട്ടും. സലാമു എന്ന് ആരംഭിച്ചതിന് ശേഷം ഖബല നുത്ഖിഹി ബിൽ മീമി മിൻ അലൈക്കും, അപ്പൊ അസ്സലാന്ന് ഇങ്ങനെ തുടങ്ങുകയും ചെയ്ത് അലൈക്കും എന്ന് എത്തിയില്ല. അതിന് മുമ്പാണ് ഇയാള് കുദുവത്ത് എത്തിയത്. എന്നാൽ കുദുവത്ത് കിട്ടും എന്നാണ്. അപ്പൊ ശുറൂ കൊണ്ട് കുദുവത്ത് മുൻകത്തി ആകുന്നില്ലല്ലോ. ഫഹുസൂലുഹാ ഹീനൈദിൻ, അപ്പൊ ആ കുദുവത്ത് കിട്ടുക എന്നുള്ള ഹീനൈദിൻ എന്ന് പറഞ്ഞാൽ ഈ ശുറൂഇന്റെ ശേഷം അലൈക്കും പൂർത്തിയാകുന്നതിന്റെ മുമ്പ് സരീഹുൻ, അത് സരീഹാണ്. ഫി ബഖായിൽ കുദുവത്തി, കുദുവത്ത് ബാക്കിയുണ്ട്. ഏതുവരെ? മീമുച്ചരിക്കുന്നവരെ ബാക്കിയുണ്ട് എന്നുള്ളതിന് തെളിവാണ്. ഫൈൻകുൽത്ത്, അപ്പൊ വേറെ നിഷ്കാല് അല്ലാഹു അക്ബർ എന്നുള്ളടത്ത് ആ റാ കഴിഞ്ഞെങ്കിലല്ലേ കുദുവത്ത് എന്താവുള്ളൂ, ശരിയാവുള്ളൂ. അപ്പൊ അല്ലാഹു അക്ബർ എന്നുള്ളടത്ത് റാ കഴിയണമെന്നോ? ഇവിടെ എന്താണ്? അലൈക്കും എന്ന് പറഞ്ഞ രണ്ടും തമ്മിൽ എന്താ വ്യത്യാസം? ഫൈൻകുൽത്ത് ലിമാ ഹക്കമു ബിഅന്നഹു ബിറാഇ തഹറുമി,
അല്ലാഹു അക്ബറിലെ റാ അതാ തഹറുമിന്റെ റാ കൊണ്ടിട്ട് യതബയ്യനു ദുഖൂലുഹു, പിന്നെ ഈ ഇമാമ് ഇവൻ ദാഖിലായി എന്നത് വ്യക്തമാകും. ഫിസ്സലാത്തി, നിസ്കാരത്തിൽ ദാഖിലായി എന്നത് വ്യക്തമാകും. ഏതു മുതൽ ദാഖിലാണ്? മിൻ ഹീനിൻ നുത്ഖ് ബിൽ ഹംസത്തി, അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ ആ എന്നുച്ചരിക്കുന്നത് മുതൽ ഇവൻ നിസ്കാരത്തിലാണ് എന്ന് ലാഹിറാകുമെന്നാണ്. അപ്പൊ റാ ഉച്ചരിക്കുമ്പോഴല്ല ഇവൻ ദാഖിലാകുന്നത്, ആന്നുച്ചരിക്കുമ്പോൾ തന്നെ ദാഖിലായി. പക്ഷെ എന്താണ്, റാ ഉച്ചരിച്ചാല് ആ മുതൽ നിസ്കാരത്തിലാണെന്നുള്ളത് ലാഹിറായി. കമാമറ ഒമേദാലിക്കൽ ആത്തുസഹിൽ കുതുവത്തു ബിഹി ഖബലറായി. കണ്ടോ, ഹംസ മുതൽ ഇവൻ നിസ്കാരത്തിലാണ്, പക്ഷെ റാ ഉച്ചരിക്കുന്നതിന്റെ മുമ്പ് കുതുവത്ത് സയ്യാവൂല, റായിന്റെ ശേഷം വേണം കുതുവത്ത് നിയ്യത്ത് ചെയ്യാന്. വേറൊരാള് ഈ ഇമാമിനോട് കുതുവത്ത് നിയ്യത്ത് ചെയ്യുമ്പോഴേ ഇമാം അല്ലാഹു അക്ബർ പറഞ്ഞു തീർത്തതിന് ശേഷം വേണം. പിന്നെ വലം യഹ്കുമു ഹുനാ ബി അന്നഹു ബിൽ മീമി യതബയ്യനു ഖുറൂജുഹു മിൻഹാ ബിൽ അലിഫി മിനസ് സലാമി ഹത്താ ലാ തസിഹൽ ഖുദൂവത്തു ബി ഖബ്ലൽ മീമി. വലം യഹ്കുമു, അസ്സഹാബ് ഹുക്മു കൊടുത്തില്ല. ഹുന ഇവിടെ എന്ന് പറഞ്ഞാൽ സലാമിന്റെ അവിടെ. ബി അന്നഹു ഇവൻ ബിൽ മീമി യതബയ്യനു, അതായത് ഇമാമ് അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ മീം ഉച്ചരിക്കൽ കൊണ്ടിട്ട് യതബയ്യനു ഖുറൂജുഹു, അവൻ ഖാരിജാണ്, മിൻഹ നിസ്കാരത്തിൽ നിന്ന് ഖാരിജാണ് എന്നത് വ്യക്തമാകും. ഏതു മുതൽ ഖാരിജാണ്? ബിൽ അലിഫി, അലിഫ് എന്തിൽ നിന്നുള്ള അലിഫ്? മിനസ്സലാമി, സലാമിന്റെ അലിഫാണ്, അല്ലാതെ അല്ലാഹു അക്ബറിന്റെ അലിഫല്ല എന്നർത്ഥം. അപ്പൊ സലാമിന്റെ അലിഫ് കൊണ്ട് ഇതിൽ നിന്ന് ഖാരിജായിട്ടുണ്ട് എന്ന് മീം ഉച്ചരിപ്പ് ബോധ്യപ്പെട്ടു, അല്ലാഹു അക്ബർ എന്നുള്ളതിന്റെ നദീറായിട്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ എന്താണ്? ഹത്താ ലാ തസിഹൽ ഖുദൂവത്തു ബിഹി ഖബ്ലൽ മീമി. അപ്പൊ അലൈക്കും എന്നുള്ള മീം ഉച്ചരിക്കുന്നതിന്റെ മുമ്പ്, അതായത് അലിഫ് ഉച്ചരിച്ചതിന്റെ ശേഷമുള്ള കുതുവത്ത് സഹി ആവൂല എന്നല്ലേ വരണ്ടേ? ഇപ്പൊ നേരത്തെ സഹി ആവൂന്നല്ലേ പറഞ്ഞ, അപ്പൊ എന്താ ഫർക്ക് എന്ന്? ഖുൽതു യുഫ്റഖു, അതിന് തക്ബീറത്തുൽ ഇഹ്റാമും സലാമും തമ്മിൽ എന്തുണ്ട്? വേറെ ഫർക്കാക്കപ്പെടും. ബി അന്നൽ ഖൗല ബിത്തബയ്യനി ഹുന, ഈ സലാമിന്റെ അവിടെ അസ്സലാമു അലൈക്കും അലിഫ് മുതൽ തന്നെ എന്താണ്? നിസ്കാരത്തിൽ നിന്ന് ഖാരിജായി എന്ന് വെളിവാകുകയാണ് ചെയ്യുക എന്ന് പറഞ്ഞാൽ യൽസമുഹു ഫസാദുൻ, അവിടെ അതിനൊരു ഫസാദ് ലാസിമാകും. എന്താണ് ഫസാദ്? വഹുവ അന്നസ്സലാമ ലൈസ മിനസ്സലാത്തി, ആ സലാം അത് എന്താണ്? അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞ ഫർളാണല്ലോ, അത് നിസ്കാരത്തിൽ പെട്ടതല്ല എന്ന് വരും. ആയിക്കോട്ടെ, നിസ്കാരത്തിൽ പെട്ടല്ലെങ്കിൽ പെട്ടതല്ല എന്ന് വെച്ചാൽ പോരെ. അതിന് പറഞ്ഞു വദാലിക, അങ്ങനെ പെട്ടതല്ല എന്നുള്ളത് മുഖാലിഫിൻ ലിസ്സറാഇഹിൽ അഹാദീസി, ഒരുപാട് ഹദീസുകളുടെ സരീഹിനെതിരാണ്, അത് പറ്റൂല. എന്താണ്? തഹ്രീമുഹ തക്ബീറു വ തഹ്ലീലുഹ തസ്ലീമു എന്നല്ലേ ഉള്ളത്. അപ്പൊ നിസ്കാരത്തിന്റെ തഹ്ലീൽ തസ്ലീമാണ് എന്ന് പറഞ്ഞതിന്റെ ലാഹിർ സരീഹ് നിസ്കാരത്തിൽ പെട്ടതാണെന്നോ. പിന്നെ വഹീനൈദിൻ, അപ്പൊ അങ്ങനെ ആവുമ്പോ പിന്നെ നിസ്കാരത്തിൽ പെട്ടതല്ല എന്ന ഫസാദ് ലാസിമാവെന്ന് പറഞ്ഞില്ലേ. അപ്പൊ ആ നിസ്കാരത്തിൽ പെട്ടതല്ല എന്ന് വന്നാൽ യതവജ്ജഹു ഖൗലുൽ മുഖാലിഫി, നിസ്കാരത്തിൽ പെട്ടതല്ല എന്ന് വന്നാൽ അതാ ഹൈനൈദിൻ എന്ന് പറഞ്ഞ യതവജ്ജഹു ന്യായമാവും ഖൗലുൽ മുഖാലിഫി, മദ്ഹബിന് എതിരുള്ള, ശാഫി മദ്ഹബിനോട് എതിരുള്ള മറ്റ് മദ്ഹബിന്റെ ഇമാമിങ്ങളെ ഖൗല്. എന്താണ് അവരുടെ ഖൗല്? അന്നഹു യഖ്റുജു മിൻഹാ ബിൽ ഹദസി വനഹ്വിഹി, ഹദസ് ഉണ്ടായി അല്ലെങ്കിൽ അതുപോലത്തെ കാര്യങ്ങൾ ഉണ്ടായാൽ നിസ്കാരത്തിൽ നിന്ന് തഹല്ലുലാകും എന്ന് അവർക്ക് അഭിപ്രായമുണ്ട്. അതായത് ഒരാൾ അത്തഹിയ്യാത്തൊക്കെ ഓതിക്കഴിഞ്ഞ് ഇനി സലാം കിട്ടുന്നതിന്റെ തൊട്ട് മുമ്പ് ഇയാൾക്ക് അശുദ്ധി ഉണ്ടായി, എന്നാൽ എന്താ കീഴ്വായി പോയി നിൽക്കുക, അല്ലെങ്കിൽ നവാക്കലുള്ളതായ വേറെന്തെങ്കിലും ഒരു കാര്യം ചെയ്ത്, എന്നാലിപ്പോ നിസ്കാരം തീർന്ന് നിസ്കാരം ഇപ്പൊ അവസാനിച്ച് ഇനി വേറെ നിസ്കരിക്കേണ്ട ആവശ്യമില്ല, ഹദസ് കൊണ്ട് നിസ്കാരത്തിൽ നിന്ന് ഖാരിജായി. ഏതുപോലെ? അത് കാരണം സലാം നിസ്കാരത്തിൽ പെട്ടതല്ലല്ലോ. അപ്പോ പിന്നെ ഈ കൗല് ന്യായമായി പോകും, അത് പറ്റൂല. പിന്നെ അത് ന്യായമല്ല, ന്യായമല്ലാത്ത ന്യായമാകാൻ പാടില്ലല്ലോ. അമ്മൽ കൗലു ബി തബയ്യുന് സമ്മ, അപ്പോ തക്ബീറത്തുൽ ഇഹ്റാമിന്റെ അവിടെ തബയ്യുനാകും എന്ന് പറഞ്ഞാലോ ഫലാ യൽസമുഹു ശൈഉൻ, ഈ യാതൊരു ഫസാദും ലാസിമാകുകയില്ല. വകാന മുഖ്തലാഹു സിഹത്തൽ ഖുദുവത്തി ലാക്കിൻ തറക്കൂഹു ഇഹ്തിയാതൻ ലിന്നിഖാദി, എന്നാല് പിന്നെ അതിന്റെ മുക്തള ഏത്? തബയ്യുനിന്റെ കൗലിന്റെ മുക്തള. വക്കാന മുക്തലാഹു എന്ന് പറഞ്ഞാല് ആ തബയ്യുനാകും എന്ന് പറഞ്ഞാൽ അതിന്റെ മുക്തള എന്താണ്?
കുതുവത്ത് സഹിയാകണമെന്ന. ഏതും അതില് അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞാൽ അലിഫിന്റെ ശേഷം തന്നെ കുതുവത്ത് സഹിയാകണം, ആ നിയ്യത്ത് സഹിയാകണം. പക്ഷെ സഹിയാകുന്നില്ല. എന്താ? ലാക്കി തറക്കൂഹു, അതിനെ ഒഴിവാക്കി. ഇഹ്തിയാത്തല്ലിൽ നിന്നിഖാദി, നിസ്കാരം മുന്നക്കിതാകുക എന്ന വിഷയത്തിലെ ഇഹ്തിയാത്ത് പാലിച്ചതിന് വേണ്ടിയാണ് അങ്ങനെ സഹിയാകാതിരുന്നത്. ഇനി വയൽഹഖുഹു, ആ മൗമൂമിലേക്ക് ചേരും സഹു ഇമാമിഹി. ഇപ്പൊ പറഞ്ഞത് എന്താണ്? മൗമൂമിന്റെ സഹു ഇമാം ഏൽക്കുന്നതാ. ഇനി അതിന്റെ നേരെ തിരിച്ച് എന്ന് പറഞ്ഞാല് ഇമാമിന് എന്തുണ്ടായി? സഹു ഉണ്ടായി. അതാരേൽക്കും? ആരെ ബാധിക്കും? മൗമൂമിനെ ബാധിക്കും. അതാ വയൽഹഖുഹു വയൽ മൗമൂമ സഹു ഇമാമിഹി. അവിടെ അൽ മുത്തത്തഹിരി, ആ തത്തഹുറുള്ള നജാസത്തിനെ തൊട്ടും ഹദസിനെ തൊട്ടും മുത്തത്തഹിറായ ഇമാം, എന്നാലേ കുതുവത്തുണ്ടാവുള്ളൂ. ആ കുതുവത്തിന്റെ ബാക്കിയായിട്ടാണ് ഈ എന്താണ് ലുഹൂക്ക് വരുന്നത്, ചേരുന്നത്. ദൂന ഗൈരിഹി, മുത്തത്തഹിർ അല്ലാത്ത ഇമാമിനെതിരായിട്ട്. പിന്നെ ഹാല വുഖൂ ഇസ്സഹ്വി, എപ്പോഴാണ് തത്തഹുർ വേണ്ടത്? സഹ്വ് സംഭവിക്കുന്ന സമയത്ത് തത്തഹുർ ഉണ്ടായിരിക്കണം. മിൻഹു, ആരിൽ നിന്ന് സഹ്വ് സംഭവിക്കുക? ഇമാമിൽ നിന്ന് സഹ്വ് സംഭവിക്കുമ്പോൾ മുത്തത്തഹിറായിരിക്കണം. കമാ യതഹമ്മലുൽ ഇമാമു സഹ്വഹു, ഏതുപോലെ ഇമാമ് ഇവന്റെ സഹ്വിനെ തഹമ്മുല് ചെയ്യും പോലെ. എന്താണ്? അപ്പൊ അത് കാഫ് ഖിയാസാണ്, തെളിവാണ് പറയുന്നത്. അങ്ങനെ തഹമ്മുല് ചെയ്യും എന്ന് പറഞ്ഞതിന് തെളിവ് പറഞ്ഞത് ഫാത്തിഹയെയും എന്ന പോലെ മറ്റു പലതിനെയും തഹമ്മുല് ചെയ്യുന്നില്ലേ എന്നാ, അതിനെ തെളിവാക്കിയിട്ടാണ്. അപ്പൊ ഖിയാസുമേൽ ഖിയാസാണ് എന്നർത്ഥം. ഇമാമിന്റെ സഹ്വ് മൗമൂമിലേക്ക് ബാധിക്കും എന്ന് പറഞ്ഞത്. അപ്പൊ അങ്ങനെ ബാധിക്കുമെങ്കിൽ എന്താക്കണം? ഫൈൻ സജദ ലസിമഹു മുതാബഅത്തുഹു വഇല്ല ഫയസ്ജുദു അലൻ നസ്സീന വിന്നമത്തിന്. അപ്പൊ ഫൈൻ സജദ ഇമാമുഹു, അപ്പൊ ഇമാമ് സുജൂദ് ചെയ്തു. സുജൂദ് സുന്നത്തല്ലേ ഉള്ളൂ, സുജൂദ് ചെയ്യല്ലേ ചെയ്യാതിരിക്കുകയും ചെയ്യാലോ. അപ്പോ അല്ലെങ്കിൽ എന്ത്, ഇവനെ അറിഞ്ഞിട്ട് തന്നെ ഇല്ലാന്ന് വെക്കുക. എന്നാ പിന്നെ സുജൂദ് ചെയ്യൂലല്ലോ. ഇവനെ ഓർമ്മയെങ്കിൽ അല്ലെ സംശയം വന്നെങ്കിലല്ലേ സുജൂദ് ചെയ്യുള്ളൂ. പക്ഷെ മൗമൂം ഇത് അറിഞ്ഞ് അങ്ങനെ ഫൈൻ സജദ ഇമാമുഹു ലസിമഹു മുതാബഅത്തുഹു, ആ സുജൂദില് ഇമാമിനെ പിന്തുടരൽ നിർബന്ധമാണ്. വഇല്ലം യഅരിഫ അന്നഹു സഹ, ഈ മൗമൂം അറിഞ്ഞിട്ടില്ലെങ്കിലും ശരി, അന്നഹു ഇമാമ് സഹ, അയാൾക്ക് മറതി ഉണ്ടായി എന്നുള്ള ഇമാം അറിയില്ല, അല്ല മൗമൂം അറിയില്ല. അപ്പൊ ഈ മൗമൂം അതറിഞ്ഞിട്ടില്ല, മൗമൂം ഇങ്ങനെ തയ്യാത്തോതിരിക്കുക. അപ്പോണ്ട് എന്ത് ചെയ്ത് ഇമാം ഒരു അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞ് സുജൂദിലേക്ക് പോകുന്നത്. എന്നാലും മൗമൂമും പോണം, മുതാബഅത്ത് നിർബന്ധമാണല്ലോ. വഇല്ല, അപ്പൊ അങ്ങനെ മുതാബഅത്ത് ചെയ്തില്ലെങ്കിൽ ലസിമഹു മുതാബഅത്തുഹുന, അപ്പൊ മുതാബഅത്ത് ചെയ്തില്ലെങ്കിലോ? ചെയ്തില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ? ബി അൻ ഹവാരി സജ്ദത്തി സാനിയത്തി, ആ ഇമാമ് രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിഞ്ഞു, അതുവരെ എന്ത് ചെയ്തിട്ടില്ല? ആ ഈ മൗമൂമ് സുജൂദിലേക്ക് പോയിട്ടില്ല, മുതാബഅത്ത് ചെയ്തിട്ടില്ല എന്നർത്ഥം. രണ്ട് സുജൂദാണുള്ളത്. അപ്പൊ രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിയുന്നവരെ എന്താണ്? മൗമൂമ് അത്തഹിയ്യാത്ത് ഓതിയ ഇരിക്കുക തന്നെ. അപ്പൊ എന്ത് വരും? ഈ മൗമൂമ് രണ്ട് റുക്കിന് കൊണ്ട് പിന്തല് വരും. ഒന്നാമത്തെ സുജൂദും കഴിഞ്ഞ്, എന്നിട്ട് അതിന്റെ ശേഷമുള്ള ഇടയിലിരുത്തവും കഴിഞ്ഞ് പിന്നെ അടുത്ത സുജൂദിലേക്ക് കുനിയല്ലേ. അപ്പൊ രണ്ട് റുക്കിന് കൊണ്ട് തഖല്ലുഫ് വരും. രണ്ട് റുക്കിന് കൊണ്ട് തഖല്ലുഫ് വന്നു കഴിഞ്ഞാൽ എന്താവും? നിസ്കാരം ബാത്തിലാവും. അതാ ശേഷം പറയുന്നത് ബത്തലത്ത് ഇൻ തഅമ്മദ, ഇവൻ ഇമാമിനെ മുതാബഅത്ത് ചെയ്യാതിരിക്കുന്നത് ബോധപൂർവമാണെങ്കിൽ നിസ്കാരം ബാത്തിലായിന. അപ്പൊ രണ്ടാമത്തതിലേക്ക് കുനിയുക എന്നതുകൊണ്ട് ആണ് എന്ത്? മുതാബഅത്തില്ല എന്നുള്ളത് ഉറപ്പാകുന്നത്. കമായോലമിമ്മായത്തിഫിൽ മുതാബഅത്തി, അത് മുതാബഅത്തിന്റെ ഫസലിന് ശേഷം വരുന്നുണ്ട്. രണ്ടാമത്തേലേക്ക് കുനിഞ്ഞാൽ മുതാബഅത്ത് ഉണ്ടായില്ല. ലിഅന്നഹു ഹീനഇദിൻ, കാരണം എന്താ? മുതാബഅത്തില്ല. ഇങ്ങനെ ആവുമ്പോ രണ്ടാമത്തേലേക്ക് കുനിയുമ്പോ മുതാബഅത്ത് ഉണ്ടായില്ല എന്ന് പറയാൻ കാരണം ലിഅന്നഹു ഹീനഇദിൻ, കാരണം ആ മൗമൂം, ആ ഇമാം ഈ സമയത്ത് സബഖഹു, ഈ എന്താണ് മൗമൂമിനെ തൊട്ട് മൗമൂമിനേക്കാൾ സാബിഖായി, മുൻകടന്നു. ബിറുക്കിനൈനി, രണ്ട് റുക്കിനുകൊണ്ട് മുൻകടന്നു. ഇമാമ് രണ്ട് റുക്കിനുകൊണ്ട് മുൻകടക്കുമ്പോ മൗമൂമ് രണ്ട് റുക്കിനുകൊണ്ട് പിന്തുവല്ലോ. രണ്ട് റുക്കിനുകൊണ്ട് പിന്തിയാല് എതിരില്ലാതെയാണല്ലോ അവിടെ പിന്തുന്നത്. പിന്തിയാല് നിസ്കാരം ബാത്തിലാവും. അതാ ബത്തലത്തീൻ താമത് അബൂഹർബൂദാണ് നിസ്കാരം ബാത്തിലാവും. ഞാൻ ഇൻ തയക്കന കലത്തഹു. അപ്പോ വേറൊരു വിഷയമുണ്ട്. ഇമാമ് സുജൂദ് ചെയ്യുന്നത് ഇവൻ അറിഞ്ഞു, പക്ഷെ ഇമാമ് സുജൂദ് ചെയ്യുന്നത് തെറ്റിയതാണ് എന്ന് ഇവനറിയാം, മൗമൂമിനറിയാം.
ഇമാം ഈ സുജൂദ് ചെയ്യുന്നത് എന്താണ്? സുജൂദ് മത്ലൂബായ സ്ഥലത്തല്ല എന്ന് മൗമൂമിനെ അറിഞ്ഞാൽ പിന്നെ സുജൂദ് ചെയ്യണോ, മുതാബഅത്ത് ചെയ്യണോ? അതായത് പറയുന്നത് നഅം ഇൻ തയക്കന ഗലത്തഹു, ആ മൗമൂമിന് ഉറപ്പായി. എന്തുറപ്പായി? ഗലത്തഹു, ഇമാമിന്റെ ഗലത്തുറപ്പായി. ഫി സുജൂദി, ആ ഇമാമ് സുജൂദ് ചെയ്യുന്ന വിഷയത്തിൽ അയാൾക്ക് തെറ്റുപറ്റിയതാണ്. ലം യുത്താബിഉഹു, എന്നാൽ പിന്തുടരരുത്. അതെങ്ങനെ ഉറപ്പാകുന്നത്? കഅൻ കതബ, ആ ഇമാം എഴുതി, ഔ അഷാറ, അല്ലെങ്കിൽ ഇഷാറത്താക്കി. എന്തെഴുതി? എന്ത് ഇഷാറത്താക്കിയെന്ന്? ഇന്ന ആവശ്യത്തിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നത് എന്ന് എഴുതി, അല്ലെങ്കിൽ ഇന്ന ആവശ്യത്തിനാണ് ഞാൻ സുജൂദ് ചെയ്യുന്നതെന്ന് ഇവന് ഇഷാറത്താക്കി. അപ്പൊ ആ ആവശ്യമാണെങ്കിലോ അക്കാര്യം സുജൂദിന്റെ മുക്തലിയായ കാര്യമല്ല, സുജൂദിനെ തേടുന്ന കാര്യമല്ല. അത് ഇമാമ് തെറ്റി മനസ്സിലാക്കിയതാണ്. മൗമൂമിനറിയാം ഇയാൾ തെറ്റി മനസ്സിലാക്കിയതാണ്, അതിന് സുജൂദ് ചെയ്യേണ്ടതില്ലല്ലോ എന്ന്. ഔ തക്കല്ലമ ഖലീലൻ ജാഹിലൻ, അല്ലെങ്കിൽ ആ ഇമാമ് കുറച്ച് ജാഹിലായിട്ട് സംസാരിക്കല് പാടില്ല എന്നുള്ള അറിയില്ല. ഈ കലാമ് ഖലീലാണ്. എന്ന് പറഞ്ഞാൽ ഇവൻ മഴദൂറുമാണ് ആ ജഹലിന്റെ വിഷയത്തില്. എന്നിട്ട് എന്ത് ചെയ്തു? സുജൂദ് ചെയ്തു. അപ്പൊ ഇവനറിയാലോ ഇവൻ ഈ സംസാരിച്ചതിനെ സുജൂദ് ചെയ്യുന്നതിന്. ഖലീലായ സംസാരം ജഹലോടുകൂടെ എഴുതറോടുകൂടെ ആവുമ്പോ അതിന് സുജൂദ് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. ഔ സല്ലമ അഖിബ സുജൂദിഹി, അല്ലെങ്കിൽ ഈ ഇമാമ് അവന്റെ സുജൂദിന്റെ ഉടനെ സലാം കിട്ടിയപ്പോ ഫറആഹു, ആ ഇമാം ഈ മൗമൂമിനെ കണ്ടു. മൗമൂമിനെ എങ്ങനെ കണ്ടു? ഹാബിയൽ സുജൂദി, സുജൂദിലേക്ക് കുനിയുന്നതായി കണ്ടു. ലി ബുത്ത് ഹറക്കത്തിഹി, അതിന്റെ ഹറക്കത്ത് ബത്തി ആയതുകൊണ്ട്. അപ്പൊ അത് ഹറക്കത്ത് ബത്തിയാവുമ്പോ ഇവന് ഉഴുതുറുള്ള പിന്തലാണല്ലോ. ഉഴുതുറുള്ള പിന്തലാവുമ്പോ 3 റുക്കിന് വരെ പിന്ത. നേരത്തെ പറഞ്ഞ 2 റുക്കിന് പിന്തുമ്പോ തന്നെ രണ്ടാമത്തെ സുജൂദിലേക്ക് കുനിയുമ്പോ തന്നെ ഇവൻ എന്താണ്? നിസ്കാരം ബാത്തിലാന്ന് പറഞ്ഞ മസല അവിടെ വരൂല. ഔലം യസ്ജുദ് ജഹ്ലിഹി ബിഹി, അല്ലെങ്കിൽ എന്താണ് ഇമാമിനെ തുടർന്ന് സുജൂദ് ചെയ്യാതിരുന്നത് ഇവന്റെ ജഹ്ലു കൊണ്ടാ. ജഹ്ലിഹി ബിഹി എന്ന് പറഞ്ഞത് മുത്താബഅത്ത് വാജിബാണെന്ന് ഇവൻ അറിയില്ല. ഫഅഖ്ബറഹു, അപ്പൊ എന്ത് ചെയ്ത്? ഈ ഇമാമു മൗമൂമിനോട് പറഞ്ഞു. എങ്ങനെ കുനിയുന്ന കണ്ടതല്ലേ. അപ്പൊ അങ്ങനെ കുനിയുമ്പോ ഇമാമു മൗമൂമിനോട് പറഞ്ഞു, അന്ന സുജൂദഹു ലിതർക്കിൽ ജഹ്രി, അണ്ട ജഹ്ർ ഒഴിവാക്കി. ഇവൻ ഫാത്തിഹ ഉറക്കം ഓതിയില്ല മഗ്രിബില് അല്ലെ ഇശായില്, അതിനാണ് ഞാൻ സുജൂദ് ചെയ്തത് എന്ന് ഓനങ്ങ് പറഞ്ഞു. അവിസൂറത്ത്, അല്ലെങ്കിൽ സൂറത്ത് ഒഴിവാക്കി, അതിനാണ് സുജൂദ് ചെയ്തത് എന്ന് പറഞ്ഞു. കണ്ടോ? അപ്പൊ അതാ പറഞ്ഞ കൊലത്തുറപ്പായി എന്ന്. അപ്പൊ നേരത്തെ എഴുതി എന്ന് പറഞ്ഞത് ഇത് എഴുതിയാൽ മതിയല്ലോ, അല്ലെ ഇഷാറത്താക്കി എന്ന് പറഞ്ഞത് ഞാൻ സൂറത്ത് ഓതാത്തോണ്ടാണ് എന്ത് ചെയ്ത് സുജൂദ് ചെയ്യുന്നത് എന്ന് ഇവന് ഇഷാറത്താക്കി പറഞ്ഞു. ഇങ്ങനെയൊക്കെ ആവുമ്പോ ഫലാ ഇഷ്കാല ബി തസവ്വുരിഹി ദാലിക, ഈ കൊലത്ത് ഉറപ്പാകുക എന്നുള്ളത് അത് തസവ്വുറാവൂല എന്ന് ചിലവർ പറഞ്ഞു. അല്ല, തസവ്വുറാകും എന്നുള്ളതിൽ ഇഷ്കാലില്ല. ഖിലാഫൻ ലിമൻ അന്നഹു തസവ്വുറാവൂല എന്ന് പിന്നെ ധരിച്ചവർക്കെതിരായിട്ട് ലന്നഹു എന്ന് പറഞ്ഞാൽ ഹൂന്റെ ലമീർ ഇഷ്കാലിലേക്കാ. അപ്പൊ തസവ്വുറാക്കുന്നതിൽ ഇഷ്കാലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് കുറെ ഉദാഹരണങ്ങൾ പറഞ്ഞു. ഒരു സൂറത്തൊന്നുമല്ല, കുറെ സൂറത്തുണ്ട് അങ്ങനെ ഉറപ്പാകുന്നതിന്. പിന്നെ അപ്പൊ ഇങ്ങനെ ഒലത്തുറപ്പുണ്ടെങ്കിൽ പിൻപറ്റരുത് എന്ന് പറഞ്ഞില്ല. അമ്യുത്താബിയോഹു. ഇനി വസ്തിഷ്കാലു ഹുക്കുമിഹി, അപ്പൊ അത് മത്തിന് കൈതാണെന്ന് അർത്ഥം. ലസിമഹു മുത്താബഅത്തുഹു എന്നറിയില്ല, അതിന് കൈതാണ് ഒലത്തുറപ്പാകാതിരിക്കണം. ഇനി വസ്തിഷ്കാലു ഹുക്കുമിഹി ബി അന്ന മല്ലന്ന സഹുവൻ ഫസജദ വബാന അദ്മുഹു സജദ സാനിയൻ. അപ്പൊ ഈ ഹുക്കുമിനെ ഇഷ്കാലാക്കി. ഈ ഹുക്കുമെന്ന് പറഞ്ഞാൽ വലത്ത് തയക്കുനാകുന്ന സമയത്ത് പിന്നെ മുത്താബഅത്ത് പാടില്ല എന്നാണല്ലോ പറഞ്ഞേ. അപ്പൊ അതിനെ ഇഷ്കാലാക്കി. എന്തു പറഞ്ഞിട്ട്? ബി അന്ന മല്ലന്ന സഹുവൻ, ഒരാള് സഹുവിനെ ലന്ന് ചെയ്തു. ഫസജദ, അതായത് എനിക്ക് സഹു ഉണ്ടായിന്ന് എനിക്ക് ധാരണ വന്നിട്ട് ഞാൻ സുജൂദ് ചെയ്തു. ഫബാന അദ്മുഹു, ഈ സുജൂദ് കഴിഞ്ഞതിന് ശേഷം ഇവൻ എന്ത് മനസ്സിലായി? ആ സഹു ഉണ്ടായിട്ടില്ല എന്ന് വെളിവായി. എന്നാ സജദ സാനിയൻ, രണ്ടാമതൊരു സുജൂദ് കൂടി ചെയ്യണം. കാരണം എന്താ? ലി സഹുവിഹി ബിസ്സുജൂദി, ഇവൻ ആദ്യത്തെ സുജൂദ് സഹുവായിട്ടല്ലേ സംഭവിച്ചത്. അപ്പൊ അതുകൊണ്ട് ആ സുജൂദ് ചെയ്തതിന് വേറെ സഹുവിന്റെ സുജൂദ് ചെയ്യണം എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പറഞ്ഞ അനുസരിച്ച് എന്താവും? ഈ ഇമാമിന് വലത്ത് സംഭവിച്ചതല്ലേ, വലത്ത് സംഭവിച്ച് സുജൂദ് ചെയ്തു. അപ്പൊ അതിന്റെ പേരിൽ എന്താക്കണം? ഈ മൗമൂമ് സുജൂദ് ചെയ്യണം എന്നല്ലേ വരിക.
അപ്പൊ മുത്താബഅത്ത് നിർബന്ധം ഇല്ല എന്നല്ല, പറ്റൂല എന്നല്ല പറയേണ്ടത്, ഇമാമ് സുജൂദ് ചെയ്യണം എന്നല്ല പറയേണ്ടത്. അതിനാ പറഞ്ഞത് ഫബി ഫർളി അന്നൽ ഇമാമാ. അപ്പോ ഇമാമ് എന്താണ് ലം യസുഹു മറന്നിട്ടില്ല എന്ന സങ്കല്പം അനുസരിച്ച് ഫസുജൂദുഹു ഇമാമിന്റെ സുജൂദാകുന്നത് വയില്ലം യക്തലി മുവാഫഖത്തൽ മൗമൂമി മൗമൂമിന്റെ മുവാഫഖത്തിനെ തേടുന്നില്ലെങ്കിലും, മുത്താബഅത്തിന് വാജിബാന്നുള്ളതിനെ തേടുന്നില്ല എങ്കിലും യക്തലി സുജൂദഹു ആ മൗമൂമ് സുജൂദ് ചെയ്യണം എന്നതിനെ തേടുമല്ലോ. ഇമാമിനൊരു മറതി സംഭവിച്ചാൽ മൗമൂമ് സുജൂദ് ചെയ്യണം എന്നല്ലേ എന്നിങ്ങനെ ഇഷ്കാലാക്കിയതാകുന്നത്. ജവാബുഹു അതിന്റെ മറുപടി അന്നൽ കലാമ നമ്മൾ മസല പറഞ്ഞത് ഇന്നമാ ഹുവ ഫി അന്നഹു ലാ യുവാഫിഖുഹു. ഇന്നമാ ഹുവ മൗമൂമ് ഫി അന്നഹു എന്ത് വിഷയത്തില് ലാ യുവാഫിഖുഹു ആ മൗമൂമ് ഇമാമിനോട് മുവാഫിഖാകരുത് എന്നതിലാണ്. ഏതില് ഫി ഹാദ സുജൂദി ഈ സുജൂദില് ഈ ആദ്യത്തെ സുജൂദ് ഉണ്ടല്ലോ അതില് മുവാഫിഖാകരുത് എന്നാണ്. കാരണം എന്താ അന്നഹു വലത്തുൻ, കാരണം ആ സുജൂദ് വലത്തായി സംഭവിക്കുന്നതാണ്. പിന്നെ ആ സുജൂദ് കഴിഞ്ഞപ്പോ പിന്നെ മൗമൂമ് വേറൊരു സുജൂദ് ചെയ്യണോ എന്നാണ് ഇവിടെ ഇഷ്കാലാക്കിയത്. മസല വേറെയാണെന്നാ അമ്മ കൗനുഹു. അപ്പൊ ആ സുജൂദാകുന്ന ഏത് ഈ ഒന്നാമത്തെ കലത്തായ ആ സുജൂദാകുന്നത് യക്തലി സുജൂദഹു അത് മൗമൂമിന്റെ സുജൂദിനെ തേടും ലിസ്സഹ്വി സെഹുവിന്റെ കാരണത്താൽ. സെഹു എന്ന് പറഞ്ഞാൽ ഒന്നാമത്തെ സുജൂദ് സെഹുവായി സംഭവിച്ചതാണ്, അതുകൊണ്ട് വേറൊരു സുജൂദിനെ തേടും എന്നത് ആ ബഅദ നിയ്യത്തിൽ മുഫാറഖത്തി. എപ്പോഴാണ് ആ സുജൂദ് ചെയ്യേണ്ടത്? ഒന്നിൽ മുഫാറഖത്ത് നിയ്യത്ത് ചെയ്തതിന് ശേഷം. കാരണം എന്താണ്, ആ സുജൂദിലേക്ക് ഇമാമു ഗലത്തായി തെറ്റിപ്പോകുന്ന സമയത്ത് ഈ മൗമൂം എന്ത് ചെയ്യണം? ഒന്നീ മുഫാറഖത്ത് ചെയ്യണം, അല്ലെങ്കിൽ ആ സുജൂദിൽ മുവാഫിഖ് ആകാതെ അവിടെ ഇരുന്നിട്ട് എന്ത് ചെയ്യുക? ഇമാമ് സലാം കിട്ടിയതിന് ശേഷം ഇമാം സലാം കിട്ടണം അല്ലെ? അത് ആ സലാമിൽ ഇമാമി, അത് ആ മുഫാറക്കത്തിന്റെ ഇയ്യത്തിന്റെ ശേഷം അല്ലെങ്കിൽ ഇമാമ് സലാം കിട്ടിയതിന് ശേഷമാണ് എന്ത് ചെയ്യേണ്ടത്? ആ ഇമാമിന്റെ സഹുവിന് വേണ്ടി ഇവൻ സുജൂദ് ചെയ്യണം എന്ന മസല വരുന്നത്. ആ എന്താണ് അമ്മാ കൗനുഹു യക്തലി എന്നത് ലി മുദറക്കിൻ ആഖറ മറ്റൊരു തെളിവിന് വേണ്ടിയാണ്. ഫതിൽക മസ്സലത്തുൻ ഉഖറ അത് മറ്റൊരു മസലയാണ്. ലൈസൽ കലാമു ഫിഹ നമ്മളെ ഇപ്പോഴത്തെ സംസാരം അതിലല്ല. മഅ വുളൂഹി ഹുക്മിഹാ ആ മസലന്റെ ഹുക്മു വാളിഹാണ്. അപ്പൊ അതുകൊണ്ട് അതിവിടെ പറഞ്ഞിട്ടില്ല, വിഷയം പറയാണെന്ന് അർത്ഥം. ഇനി വലൗ ഖാമ ഇമാമുഹു ഇവന്റെ ഒരു മൗമൂമിന്റെ ഇമാം എഴുന്നേറ്റു സിയാദത്തിൻ സായിദായ റക്അത്തിലേക്ക് എഴുന്നേറ്റു. ഏതുപോലെ ഹാമിസത്തിന് അഞ്ചാമത്തെ റക്അത്ത്, സുബഹിയാണ് മൂന്നാമത്തെ റക്അത്ത്, മഗ്രിബാണ് നാലാമത്തെ റക്അത്ത്, അതൊക്കെ ഹാമിസത്തിൻ സഹുവൻ മറന്നെഴുന്നേറ്റതാണ്. ലം യജുസ് മുത്താബഅത്തുഹു അവിടെയും എന്ത് ചെയ്യാൻ പാടില്ല? മുത്താബഅത്ത് പാടില്ല. വലൗ മസ്ബൂഖൻ ഇവൻ മസ്ബൂഖാണെങ്കിലും മുത്താബഅത്ത് പാടില്ല. ഇവൻ മസ്ബൂഖാണ്, പക്ഷെ ഓൻ എഴുന്നേറ്റ അഞ്ചാമത്തേലേക്കാണെന്ന് ഇവനറിയാം, എന്നാല് അവിടെ മുത്താബഅത്ത് പറ്റൂല. മുഫാറഖത്ത് ചെയ്തിട്ട് ഇവൻ എന്ത് ചെയ്യുക? സ്വന്തം നമസ്കരിക്കാൻ വേണ്ടി. ഔ ഷാക്കൻ ഫി ഫിഅലി റക്അത്തിൻ അല്ലെങ്കിൽ ഒരു റക്അത്തിൽ സംശയിച്ചവനാണെങ്കിലും ശരി മുത്താബഅത്ത് പറ്റൂല. ഔ ഷാക്കൻ ആ മൗമൂമ് സംശയിച്ചവനാണ് ഫി ഫിഅലി റക്അത്തിൻ അവന് ഒരു റക്അത്ത് എന്ത് നിസ്കരിച്ചോ ഇല്ല എന്ന് സംശയമുണ്ട്. അതായത് ഇവൻ ഇമാമിന്റെ കൂടെ 4 റക്അത്താണോ 3 റക്അത്താണോ കിട്ടിയത് എന്നുള്ള ഇവനൊരു സംശയം. അപ്പൊ ഇനി ഒരു റക്അത്തിൽ സംശയം ഉണ്ടല്ലോ, ഒരു റക്അത്ത് ബാക്കിയുണ്ടോന്ന്. അപ്പൊ ഇമാം അഞ്ചാമത്തേലേക്ക് എഴുന്നേക്കുന്നുണ്ട്. ഇമാം അഞ്ചാമത്തേലേക്ക് എഴുന്നേക്കുന്നത് എന്നുള്ളത് ഇവൻ ഉറപ്പാണ്. അപ്പൊ ഇവനൊരു റക്അത്ത് ബാക്കിയുണ്ടല്ലോ, എന്നാ പിന്നെ അതിന്റെ കൂടെ എന്താ ആ ഇമാമിനെ തുടർന്ന് ആ ഒരു റക്അത്ത് പൂർത്തിയാക്കാൻ കഴിയുമോ? അത് പറ്റൂല. വലാ നളറലി ഇഹ്തിമാലി അന്നഹു തറക്ക റുക്നം മിൻ റക്അത്തിൻ അപ്പൊ അല്ല ഇമാമി അഞ്ചാമത്തേലേക്ക് എഴുന്നേറ്റത് എന്ന് പറഞ്ഞാല് ഇമാമിന് എന്താണ് ഒരു ലെന്നുള്ളത് കൊണ്ടായിക്കൂടെ എന്ത് ഇവന്റെ കഴിഞ്ഞു പോയ ഏതോ റക്അത്തിൽ നിന്നൊരു റുക്കിനെ ഒഴിവാക്കി എന്നത് ഓർമ്മ വന്നതുകൊണ്ടാണ് ഇവൻ അഞ്ചാമത്തെ റക്അത്തിലേക്ക് എഴുന്നേക്കുന്നത്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അവിടെ മുത്താബഅത്ത് നിർബന്ധം ഉണ്ട് എന്നല്ലേ വരിക അല്ലെ? അപ്പൊ അതാ പറഞ്ഞ വലാനല്ലറ നോട്ടല്ല ലെഹ്തിമാലി അന്നഹു ആ ഇമാമ് തറക്ക ഒഴിവാക്കി റുക്കിനെ ഒഴിവാക്കി റക്അത്തിന് ഏതോ റക്അത്തിൽ നിന്ന് റുക്കിനെ ഒഴിവാക്കി എന്ന എഹ്തിമാലിലേക്ക് നോട്ടല്ല. അങ്ങനെയാണ് നോക്കിയാൽ മുത്താബഅത്ത് വേണമെന്നാ വരിക. കാരണം അന്നൽ ഫർള കാരണം നമ്മൾ മസല സങ്കല്പിച്ചത് അന്നഹു അലിമ ആ മൗമൂമ് അറിഞ്ഞു എന്തിനാൽ ഹാല ഇമാമിന്റെ അവസ്ഥ അറിഞ്ഞു. ഔ അന്നഹു അല്ലെങ്കിൽ ആ ഹാലിനെ ലെന്ന് ചെയ്തു എന്ന് പറഞ്ഞാൽ ആ ഇമാമിന് ഒരു റുക്കനും നഷ്ടപ്പെട്ടില്ല എന്നുള്ളത് ഇൽമോ തന്നോ ഉള്ള സ്ഥലത്താ. പിന്നെ ആ എഹ്തിമാലിലേക്ക് നോക്കാൻ പറ്റൂലല്ലോ.
അപ്പൊ പിന്നെന്ത് ചെയ്യണം? മുത്താബഅത്ത് പാടില്ലെങ്കിൽ ബൽ യുഫാരിഖുഹു വയുസല്ലിമു, ആ ഇമാമിനെ വിട്ടുപിരിഞ്ഞിട്ട് ഇവൻ സലാം വിട്ടണം. ഔ യന്തദിറുഹു, അല്ലെങ്കിൽ ഇവൻ എന്ത് ചെയ്യുക? ആ ഇരുത്തത്തിൽ ഇരുന്ന് ഇന്തിലാർ ചെയ്യുക. തഹിയ്യാത്തിൽ ഇരുന്നിട്ട് ഇന്തിലാർ ചെയ്യുക ഇമാം വരുന്നവരെ. എന്നിട്ട് ഇമാമ് സലാം വിട്ട് കഴിയുമ്പോൾ ഇവനും സലാം വിട്ടുക. അലൽ മുഅ്തമദി റാജി അനുസരിച്ച്. തംബീഹുൻ ഖളിയത്തു കലാമിഹിം, എന്താണ് അസ്ഹാബിന്റെ കലാമിന്റെ ഖളിയ? അന്ന സുജൂദ സഹ്വി, സഹ്വിന്റെ സുജൂദ് എന്തിനു വേണ്ടി? ബിഫഇലിൽ ഇമാമി, ഇമാമ് ചെയ്തതിനു വേണ്ടി. എന്തിനെ ചെയ്തു? ലഹു, സഹ്വിനെ ചെയ്തു. അപ്പൊ ഇമാമിൽ നിന്നൊരു സഹ്വ് സംഭവിച്ച കാരണത്താൽ സഹ്വിന്റെ സുജൂദാകുന്നത് യസ്തഖിറു അലൽ മൗമൂമി, മൗമൂമിന്റെ മേല് അല്ല. ബിഫഇലിൽ ഇമാമി, ലഹു എന്ന് പറഞ്ഞാൽ സഹ്വിനെ ചെയ്തു എന്നല്ല, ആ സുജൂദിനെ ചെയ്തതിന് വേണ്ടി. അതായത് ഇപ്പൊ മുത്താബഅത്ത് നിർബന്ധാണെന്ന് അറിഞ്ഞില്ലേ, അതിന്റെ വാക്യാ. അപ്പൊ ഇമാം എന്ത് ചെയ്തു? ആ സുജൂദ്, ഇമാമിന് സഹ്വ് സംഭവിച്ചു, എന്നിട്ട് ഇമാമ് ആ സുജൂദും ചെയ്തു. ബിഫഇലിൽ ഇമാമി ലഹു, ആ സുജൂദിനെ ചെയ്ത കാരണത്താൽ എന്താണ്? സഹ്വിന്റെ സുജൂദ് അത് ഉറക്കും. യസ്തഖിറു, അത് ഉറക്കും. അലൽ മൗമൂമി, മൗമൂമിന്റെ മേൽ ഉറക്കും. വയസീറു കർറുക്കിനി, അത് റുക്കിന് പോലെ ആയിത്തീരും എന്നതാണ് ആയിമ്മത്തിന്റെ കലാമിന്റെ കളിയ. അതായത് ലസിമഹു മുത്താബഅത്തു എന്ന് പറഞ്ഞതിന്റെ കളിയ. ഹത്താലോ സല്ലമ. അപ്പോ ഇതാണ് കളിയെങ്കിൽ എത്രത്തോളം? ഈ മൗമൂമ് സലാം കിട്ടി, ബഅദ സലാമി ഇമാമിഹി, ഇവന്റെ ഇമാമ് സലാം കിട്ടിയതിന് ശേഷം. അതായത് ഇമാമാണെങ്കിൽ സഹ്വിന്റെ സുജൂദ് ചെയ്ത് പിന്നെയാണ് സലാം കിട്ടുന്നത്. അത് കഴിഞ്ഞ് മൗമൂം അങ്ങ് സലാം കിട്ടി. സാഹിയൻ അൻഹു, എന്തിനെ മറന്നിട്ട്? ഈ സഹ്വിന്റെ സുജൂദിനെ മറന്നിട്ട് അങ്ങ് സുജൂദ് സലാം കിട്ടി. എന്നാൽ ലസിമഹു, ഈ മൗമൂമിന് നിർബന്ധാണ് അയ്യഊദ ഇലൈഹി, ആ സുജൂദിലേക്ക് മടങ്ങൽ. ഇൻ ഖർബൽ ഫസ്ലു, ഫസ്ൽ കരീബാണെങ്കിൽ. ഇല്ല, അങ്ങനെ ഫസ്ൽ കരീബല്ലെങ്കിലോ ആദ സലാത്തോ, നിസ്കാരം മടക്കണം. കാരണം ഒരു റുക്കിന് ഒഴിവാക്കിയതുപോലെയാണ്. ഇമാമ് സുജൂദ് ചെയ്തിട്ട്, സഹ്വിന്റെ സുജൂദ് ചെയ്തിട്ട് മൗമൂമ് ചെയ്യാതിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു റുക്കിന് ഒഴിവാക്കിയതുപോലെയാണ്. റുക്കിന് ഒഴിവാക്കി എന്നുള്ളത് ബോധ്യപ്പെട്ടാല് സലാം വിട്ടതിന് ശേഷം ഫസ്ൽ കരീബാണെങ്കിൽ നിസ്കാരത്തിലേക്ക് മടങ്ങാം, റുക്കിനിലേക്ക് മടങ്ങാം. ഇല്ല, ബഈദാണ്, നിസ്കാരം മടക്കണല്ലോ. എന്ന പോലെ തന്നെ ഇവിടെ കമാലു തറക്കമിന, നിസ്കാരത്തിൽ നിന്ന് ഒഴിവാക്കും പോലെ, റുക്കിനെ ഒഴിവാക്കും പോലെ. വലായുനാബി ദാലിക. അപ്പൊ ഈ രീതിയിൽ ഇസ്തിഖ്റാറാവും, ഉറക്കും എന്ന് പറഞ്ഞാൽ അതിനെതിരല്ല മായത്തി ശേഷം വരുന്ന ഒന്ന്. അന്നഹു ലൗലം യഅലം, ആ മൗമൂം അറിഞ്ഞിട്ടില്ലെങ്കിൽ ബി സുജൂദി ഇമാമിഹി, ഇമാമിന്റെ സുജൂദ് അറിഞ്ഞിട്ടില്ല, ഇമാമ് സുജൂദ് ചെയ്ത് അറിഞ്ഞിട്ടില്ല. എന്തിന് സുജൂദ് ചെയ്തില്ല? തിലാവത്തിന് സുജൂദ് ചെയ്ത് അറിഞ്ഞിട്ടില്ല. ഇല്ലാ വഖദ് ഫറഗ മിൻഹു, ഇമാമ് ആ സുജൂദിൽ നിന്ന് ഫാരിഗായി മോളിലേക്ക് എന്താണ് ഖിയാമിലേക്ക് എത്തിയിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇവൻ അറിയുന്നത്. എന്നാൽ ലം യുതാബിഉഹു, ഇനി ആ ഇമാമിനെ പിന്തുടരരുത് എന്ന് പറഞ്ഞാൽ അത് കഴിഞ്ഞതിന് ശേഷം ആ ഇമാമിനെ തുടർന്നുകൊണ്ട് തിലാവത്തിന്റെ സുജൂദ് എന്ന നിലക്ക് സുജൂദ് ചെയ്യരുത് എന്നാ പറഞ്ഞത് അല്ലെ. പിന്നെ അങ്ങനെ ആവുമ്പോ ഇവിടെ ഈ നമ്മളിപ്പോ സഹ്വിന്റെ സുജൂദിന്റെ അവിടെ ഇത് കഴിഞ്ഞതിന് ശേഷമല്ലേ ഇവൻ അറിയുന്നത്. അപ്പോ പിന്നെ നിസ്കാരത്തിലേക്ക് അല്ലെങ്കിൽ ആ സഹ്വിന്റെ സുജൂദിലേക്ക് മടങ്ങണം എന്ന് പറയുന്നത് ഈ പറയുന്ന എതിരാവൂലേ എന്ന്? അതാവൂല. കാരണം ഈ അന്നഹു സമ്മ, ആ തിലാവത്തിന്റെ സുജൂദിന്റെ അവിടെ ഫാത്ത മഹല്ലു, അതിന്റെ മഹല്ല് കഴിഞ്ഞ്. ബിഖിലാഫിഹി ഹുന, ഇവിടെ സഹ്വിന്റെ സുജൂദിന്റെ അവിടെ മഹല്ല് കഴിഞ്ഞിട്ടില്ല. പിന്നെ വലാഹിറുഹു അന്നൽ ബുത്ലാന ബിസബ്ഖിഹി, ഇപ്പറഞ്ഞതിന്റെ ലാഹിറ് അന്നൽ ബുത്ലാന ബിസബ്ഖിഹി ലിഇബാമിഹി ബിസജ്ദത്തിൻ വഹവിയ്യൻ ലിഉഖ്റ, അതായത് നിസ്കാരം ബാത്തിലാകല് എന്ത് കാരണത്താൽ? ബിസബ്ഖിഹി, ആ മൗമൂമ് സാബിഖാകുക, ലിഇമാമിഹി, ഇമാമിനേക്കാൾ മുൻകടക്കുക. ഇമാമിനേക്കാൾ മൗമൂമ് മുൻകടക്കുക. എന്തുകൊണ്ട് മുൻകടക്കുക? ബിസജ്ദത്തിൻ, ഒരു സുജൂദ് കൊണ്ട് മുൻകടക്കുക. വഹവിയ്യൻ ലിഉഖ്റ, മറ്റൊരു സുജൂദിലേക്ക് കുനിയുകയും ചെയ്യുക. അപ്പോൾ ഒരു സുജൂദ് ചെയ്തു, എന്നിട്ട് ഇടയിലിരുത്തമായി, എന്നിട്ട് എന്താണ് അടുത്ത സുജൂദിലേക്ക് കുനിഞ്ഞു. എന്നാൽ അങ്ങനെ എന്താണ് സാബിക്കാകൽ കൊണ്ടുള്ള ബുത്ലാനാകുന്നത് തഖല്ലുഫി കത്തഖല്ലുഫി, തഖല്ലുഫ് കൊണ്ടുള്ള ബുത്ലാന് പോലെയാണ്. അപ്പൊ നേരത്തെ പറഞ്ഞത് ഇമാമ് ഈ രീതിയിൽ എന്താണ് രണ്ടാമത്തെ റക്അത്തിലേക്ക് കുനിയുമ്പോൾ നിസ്കാരം ബാത്തിലാവുന്ന, ഇത് ഇമാമ് സാബിക്കായിട്ട്, അതായത് സാധാരണ റക്അത്തിൽ തന്നെ ഇമാമ് അവിടെ ഖിയാമിൽ നിൽക്കുന്നതേ ഉള്ളൂ, അല്ല ഇഅ്തിദാലിൽ നിൽക്കുന്നതേ ഉള്ളൂ. അപ്പോഴത്തേക്ക് മൗമൂം എന്തായി പോയി? ആ ഒരു സുജൂദും ചെയ്ത് ഇടയിലിരുത്തവും കഴിഞ്ഞ്
രണ്ടാമത്തെ സുജൂദിലേക്ക് കണ്ട് കുനിയുകയും ചെയ്യുന്നു, അവന്റെ നിസ്കാരം ബാത്തിലായി. അത് തഖല്ലുഫ് പോലെ തന്നെയാണ്. എന്ന് പറഞ്ഞാൽ തഖല്ലുഫ് കൊണ്ട് ബാത്തിലാകും പോലെ തന്നെയാണ് ഈ സബുക്ക് കൊണ്ടും ബാത്തിലാകല്. ബൽ ഔല എന്നല്ല, ഈ സബുക്ക് കൊണ്ട് ബാത്തിലാകൽ ഔലയാണ്. മുൻകടക്കൽ കൊണ്ട്, ഇമാമിനേക്കാൾ മൗമൂമ് മുൻകടക്കൽ കൊണ്ട് ബാത്തിലാകൽ ഔലയാണ്. കാരണം എന്താ? അന്ന തഖദ്ദുമ, ഈ മൗമൂമ് ഇമാമിനേക്കാൾ മുൻകടക്കുക എന്നുള്ളത് അഫഹഷു, അത് കൂടുതൽ ഫാഹിഷാണ്. എന്തിനേക്കാൾ? പിന്തുക എന്നതിനേക്കാൾ ഫാഹിഷാണ്. അതെങ്ങനെയാ ഫാഹിഷായത്? ഇമാമും മൗമൂമും ആകുമ്പോൾ മൗമൂം എപ്പോഴും പിന്നി പോവുക എന്നുള്ളതല്ലേ, മുന്നോട്ട് പോവുക എന്നുള്ളതല്ലല്ലോ, മുൻകടക്കുക എന്നുള്ള അഫഹഷല്ലേ എന്നാ. ഇനി വയില്ല, അങ്ങനെ സുജൂദ് ചെയ്തില്ലെങ്കിലോ? വയില്ല യസ്ജുദുൽ ഇമാമു അംദൻ, ഇമാമ് സുജൂദ് ചെയ്താൽ മുത്താബഅത്ത് നിർബന്ധമുണ്ടെന്ന് പറഞ്ഞു. ഇനി ഇമാമ് സുജൂദ് ചെയ്തില്ല, അംദൻ ബോധപൂർവ്വം തന്നെ ഇമാമ് സുജൂദ് വേണ്ടാന്ന് വെച്ച്, സുന്നത്തല്ലേ വേണ്ടാന്ന് വെച്ച്, ഔ സഹുവൻ, അല്ലെങ്കിൽ ഇമാമ് സുജൂദ് ചെയ്യാതിരുന്നത് മറന്നിട്ടാണ്. ആണ്ടല്ലോ, സഹുവിന്റെ സുജൂദ് ഉണ്ട് എന്നുള്ള ഓർക്കാതെ അവനങ്ങ് സലാം വീട്ടിപ്പോയി, അങ്ങനെ സഹുവൻ. അവ എത്തിക്കാതന്നെ അന്നഹു ബഅദ സലാമി, അല്ലെങ്കിൽ സലാം വീട്ടിയതിന് ശേഷമാണ് സഹുവിന്റെ സുജൂദ് ചെയ്യേണ്ടത് എന്ന ഇത്തിഖാദോടുകൂടെ ചെയ്തില്ല. അത് ഹനഫി മദ്ഹബിൽ അങ്ങനെയാണ്, സലാം വീട്ടിയതിന്റെ ശേഷമാണ് സഹുവിന്റെ സുജൂദ് ഉള്ളത്. ഈ സലാം വീട്ടിയതിന് ശേഷം സഹുവിന്റെ സുജൂദ് ചെയ്തിരുന്നിട്ട് പിന്നെ തശഹുദ് ഓതിയിട്ട് വീണ്ടും സലാം വീട്ടണം, അങ്ങനെയാണ്. അപ്പൊ നിസ്കാരത്തിന്റെ തസ്ലീമിന്റെ ശേഷമാണ്. അപ്പൊ ഇങ്ങനെ ഇത്തിഖാദ് ചെയ്തതിനാൽ സുജൂദ് ചെയ്തില്ല. ഫയസ്ജുദുൽ മൗമൂമു, അപ്പൊ മൗമൂമ് സുജൂദ് ചെയ്യണോ വേണ്ടേ? മൗമൂമ് സുജൂദ് ചെയ്യണം, അലൻ നസ്സി, നസ് അനുസരിച്ച് സുജൂദ് ചെയ്യണം. പക്ഷെ എന്താകണം? അത് ഇമാം സലാം വീട്ടിയതിന് ശേഷമാണ്, അല്ലേ? പിന്നെ ജബ്റൻ ലിൽ ഖലലിൽ ഹാസിലി ഫി സലാത്തിഹി, ഈ മൗമൂമിന്റെ പിന്നെ ഫയസ്ജുദ് എന്ന് പറഞ്ഞാൽ സുജൂദ് ചെയ്യൽ സുന്നത്തിന്റെ അർത്ഥം. മൗമൂമിന് സുജൂദ് ചെയ്യൽ സുന്നത്തിന്റെ നസ്സനുസരിച്ച് ജബ്റൻ ലിൽ ഖലലിൽ ഹാസില്, ഹാസിലായ ഖലല് പരിഹരിക്കാൻ വേണ്ടി. എവിടെ ഹാസിലായ ഉണ്ടായ ഖലല്? ഫി സലാത്തി, മൗമൂമിന്റെ നിസ്കാരത്തിൽ ഉണ്ടായ ഖലല്. മിൻ സലാത്തി ഇമാമിഹി, ഇമാമിന്റെ നിസ്കാരത്തിൽ നിന്നിട്ടും ഇങ്ങോട്ട് വന്ന എന്താണ് ബാധിച്ച ആ ഖലല് എന്നർത്ഥം. മിൻ സലാത്തി എന്ന് പറഞ്ഞത് ഹാസിലിനോട് ബന്ധിച്ചതാ. അപ്പൊ എവിടുന്ന് ഹാസിലായതാ? ഇമാമിന്റെ നിസ്കാരത്തിൽ നിന്ന്. എവിടെയോ ഹാസിലായത്? മൗമൂമിന്റെ നിസ്കാരത്തിൽ. അത് പരിഹരിക്കണല്ലോ എന്ന് പറഞ്ഞു. പിന്നെ അപ്പൊ ഹാദാഫിൽ മുവാഫിഖ്, ഇത് മുവാഫിഖിനെ സംബന്ധിച്ച. അപ്പൊ മസ്ബൂക്കാണെങ്കിലോ? മസ്ബൂക്കാണെങ്കിൽ 2 സുജൂദ് ചെയ്യേണ്ടി വരും. അതാണ് ഇനി എന്ന് പറഞ്ഞത്. മുവാഫിഖായ മൗമൂമിനെ കുറിച്ചാണ് ഇപ്പൊ പറഞ്ഞത് എന്നർത്ഥം. സുജൂദ് മുത്താബഅത്ത് നിർബന്ധമാണ്, അതിന് ചെയ്തില്ലെങ്കിൽ സുജൂദ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ. മസ്ബൂക്കിന്റെ ഹുക്മ് വേറെയാണ്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു വസല്ലമ വബാറക അലൈഹി വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.